നമ്മുടെ ഇൻഡസ്ട്രിയിലെ ബിഗ് ബഡ്ജറ്റിൽ ഒരുപാട് പടങ്ങൾ ഇറങ്ങാണ്ട്. പക്ഷെ അതിൽ നിന്നും വ്യത്യാസമായിട്ട് വെറും 7,000 രൂപയ്ക്ക് ഒരു പടം ഇറക്കാനൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് അങ്ങനെ ഒരു പടം ഇറക്കിയ ഒരു ഡയറക്ടറാണ്. അത് കൂടാണ്ട് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ സന്തോഷേട്ടനും ഉണ്ട്, ഈ അപ്കമിങ് ആക്ടറായ ശ്രീജിത്തും ഉണ്ട്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. എന്തൊക്കെയുണ്ട് വിശേഷം? സന്തോഷേട്ടൻ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല, ആറാട്ടൻ എന്ന് പറയാം. ആ ശരിയാ, ഞാൻ ആ സന്തോഷേട്ടൻ റെസ്പെക്റ്റും കൂടെ കൊടുത്തിട്ട് വിളിച്ചതാണ് ആറാട്ടൻ. അങ്ങനെ പറഞ്ഞാലേ എല്ലാവർക്കും മനസ്സിലാവുന്ന സന്തോഷേട്ടൻ തന്നെ പറഞ്ഞു. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? ഇങ്ങേരായിട്ട് ഞാൻ ഫിലിം ഒരു ചെറിയൊരു CID മോസ്റ്റിയുടെ ഫൺ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് എന്റെ പരിചയപ്പെട്ടതാണ്. പുള്ളി ഒരു സിനിമ ഡയറക്ടർ ഉണ്ട്, കാടെന്ന് പറഞ്ഞു. അതിന്റെ വിശേഷം പിന്നെ ഷാത്താൻ പറഞ്ഞ ഡയറക്ടർ ഉണ്ട്, അതിന്റെ എന്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായി. അപ്പൊ കാടലിന്റെ 7 ദിവസം കൊണ്ടാണ് പുള്ളി ഷൂട്ട് ചെയ്യണം. 7,000 രൂപയായിരുന്നു. ആന്റിപന്മാർ ഉൾപ്പെടെ എല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യമാണ്, എങ്ങനെയാണ് മിനിമം ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റും. ഭയങ്കര പ്ലാനിങ് ഉള്ള ആളാണ്. ബേസിക്കലി പുള്ളി ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. 1-ാം തീയതി പോവാണ്, ഗൾഫിൽ പോവാണ്. പുള്ളിക്ക് സ്ക്രിപ്റ്റ് ഒന്നും പുള്ളിക്ക് വേണ്ട, മനസ്സിലാണ്. ഭയങ്കര ഫോട്ടോസ്റ്റാറ്റിക് മെമ്മറിയാണ്. സിനിമ ഡയറക്ടർ മാത്രമല്ല, ഒരു അത്ഭുത പ്രതിഭയാണ്, ഒരു ജീനിയസ് ആണ് പുള്ളി. സന്തോഷേട്ടൻ തന്നെ ഭയങ്കര ഇൻട്രോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാ അറിയണത്, അത്ഭുത പ്രതിഭയാണ്. ശരിയാണ്, അങ്ങനെയാണ് ഉള്ള കാര്യമാണ്. ഒരു കാര്യം ഒരു കണ്ടാൽ മനസ്സിലോ മതി. അതെ, അത്രയും ഭയങ്കര മെമ്മറി പവർ ആണെന്നാണ് പറയുന്നത്. ഫോട്ടോസ്റ്റാറ്റിക് മെമ്മറി, ഗ്രാസ്പിംഗ് കൊണ്ട് മെമ്മറി ഉണ്ട്. ഒരിക്കൽ കണ്ട മനസ്സിൽ പറയും. ഒരു ബുക്ക് പുള്ളി IIT കോച്ചിങ് നടത്തിയ ആളാണ്. കോച്ചിങ് നടത്തിയ. അപ്പൊ ഈ IIT കോച്ച് ഇലക്ട്രിക് എഞ്ചിനീയർ അല്ലേ? സിനിമയുടെ എല്ലാ കാര്യവും ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും. ഒരു ബാലേന്ദ്രമേനോനാണ് എല്ലാ കാര്യം പുള്ളി ചെയ്യണം. ഈ എഞ്ചിനീയർ IIT കോച്ച് എങ്ങനെയാണ് ഈ സിനിമയിലോട്ട് വന്നത്? സിനിമയിലോട്ട് ഞാൻ പണ്ടോട്ട് ഈ കലാപരമായ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. ലാൽസാറിന്റെ ഫാനാണ്, കണ്ടിട്ടൊക്കെ ഉണ്ട്. സിനിമയിലേക്ക് പണ്ടോട്ട് ഈ കലാപരമായ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അതായത് പഠിക്കുന്ന ടൈം തൊട്ട് എനിക്ക് എന്റെ നാട്ടിലൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു, ഷാഡോ കേസ് എന്ന് പറഞ്ഞ്. ആ ട്രൂപ്പ് ഞാനാ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ആ ട്രൂപ്പിൽ 15 പിള്ളേരുണ്ടായിരുന്നു. നമ്മൾ ഓരോ അമ്പലങ്ങളിൽ പോയി സ്കിറ്റ് ചെയ്യുക, കോമഡി സ്കിറ്റ് ചെയ്യുക, ഡാൻസ് ചെയ്യുക, മാജിക് കാണിക്കുക, അങ്ങനത്തെ പരിപാടികൾ. പിന്നെ ആ പിള്ളേരൊക്കെ വേറെ വഴിക്ക് പോയി. എനിക്ക് കോർഡിനേഷൻ അന്നോട്ട് പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ എല്ലാവരും കോർഡിനേറ്റ് ചെയ്യണ ആ സമയത്ത് തൊട്ട്. അങ്ങനെ വന്നു ഞാൻ ആ കോർഡിനേഷൻ ആ ഒരു ഇത് ഞാൻ പിന്നീട് കൂട്ടിക്കൊണ്ടിരുന്നു. ആ സമയത്ത് പിന്നെ +1 +2 കാലഘട്ടത്തിൽ എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ ഫ്രീ ടൈം കിട്ടുമ്പോൾ കളിക്കാൻ പോകുന്നതിന് വരെ ഞാനിരുന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും വീഡിയോ. അങ്ങനെ എഡിറ്റിങ് പഠിച്ചു. അത് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇത്ര എത്താൻ കാരണം സപ്പോർട്ടാണ്. ഞാൻ വിളിച്ച ഏത് ചേട്ടനും ലീവ് എടുത്തിട്ട് അഭിനയിക്കാൻ പറ്റും. അതാണ് എൻ്റെ ഹൈലൈറ്റ്. ബഡ്ജറ്റ് അല്ല ശരിക്കും. ഇപ്പൊ എൻ്റെ ഇപ്പൊ ഞാൻ ചെയ്ത വർക്കുകളിൽ നാടകത്തിൽ അഭിനയിക്കുന്ന പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ഉണ്ട്, പിന്നെ സിനിമയിൽ അഭിനയിച്ചവരുണ്ട്. ലൂസിഫർ പുലിപുരേന്റെ ഒരു ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ, കാടനിലെ മെയിൻ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കുന്ന ഒരു കഥ പറഞ്ഞ ആളായിട്ട് രാജീവ് എന്നാണ് ആക്കടെ പേര്, കോട്ടയംകാരാണ്. അങ്ങനെ ഒരുപാട് പേര് എനിക്ക് സപ്പോർട്ടാണ് കൂടുതൽ. സപ്പോർട്ടിലാണ് ഞാൻ ഇത്ര എത്തിയത്. അല്ലാണ്ട് നമ്മുടെ ഇതൊന്നുമില്ല. അവര് പറഞ്ഞ കറക്റ്റ് ടൈമിൽ അവർ വരും. അതെന്താണെന്നറിയില്ല, അതെന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കറക്റ്റ് ഷാർപ്പ് ടൈമിൽ അവരൊന്നും അഭിനയിക്കും. അങ്ങനെയൊക്കെയാണ്. എന്നാലും ഒരു മൂവി ഒക്കെ എടുക്കുമ്പോ അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഉണ്ടാവുമല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ചിലപ്പോ ഒരു ദിവസം കൂടിപ്പോയാലും അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ 7,000 രൂപത്തിന് ആ ഒരു ബഡ്ജറ്റ് വെച്ചിട്ട് എങ്ങനെ ഒരു മൂവി കംപ്ലീറ്റ് ആയിട്ട് എടുത്ത്? 7,000 രൂപ പ്ലാനിങ് ആണ്. ഈ ചേട്ടൻ പറഞ്ഞ നല്ലോണം പ്ലാൻ ചെയ്യും. മലയാളത്തിലെ എല്ലാ പ്രൊഡ്യൂസേഴ്സും പഠിക്കേണ്ട കാര്യമാണ്. 7 ദിവസം കൊണ്ട് 7,000 രൂപയ്ക്ക് 55 മിനിറ്റ് വരുന്ന ഞാൻ മുഴുവൻ കണ്ടുവരണം. നല്ല ക്വാളിറ്റി ഉണ്ട്. ചേട്ടൻ ഞാൻ ജസ്റ്റ് വർക്ക് ഫുള്ള് കാണിച്ചു കൊടുത്തു. 4K തന്നെ ചെയ്ത വർക്കാണ്. പിന്നെ എഡിറ്റിങ് മിക്സിങ് ക്യാമറ എല്ലാം ഞാൻ തന്നെ ചെയ്തേക്കണം. അതിൽ ലീഡിങ് ആയിട്ടുള്ള റോള് ഞാൻ അഭിനയിച്ചാണ്. ആക്ഷൻ സീക്വൻസ് ഉണ്ട്, കൊറിയോഗ്രാഫി ഞാനാണ്. അതിലൊരു ട്രൈബൽ സോങ് ഉണ്ട്, നാടുവാഴ് എന്ന് പറഞ്ഞ. അത് ഞാൻ തന്നെ വരികയാണ്. മ്യൂസിക് ഞാൻ ചെയ്തിട്ടില്ല. മ്യൂസിക്കിന്റെ ശരിക്കും അറിയാവുന്ന ഒരു AK പ്രസാദ് എന്നൊരു ചേട്ടനാണ് ചെയ്തതാണ്. ബാക്കി അത്യാവശ്യം കൈകാര്യം ചെയ്യണം ഞാനത്. നമുക്കറിയാം എഡിറ്റിംഗ് തന്നെ അത്യാവശ്യം പൈസയാണ് ഒരു പരിപാടിയാണ്. അതുപോലെ 1 ഡേ ക്യാമറ ചെയ്യാൻ ഒരാളെ വിളിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പൈസ പരിപാടിയാണ്. ഷൂട്ട് ചെയ്ത മുഴുവൻ കുറച്ചൊക്കെ ഫോറസ്റ്റ് ഏരിയയിൽ പിന്നെ ഒരു സെറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അതായത് ഈ ആദിവാസികളുടെ ഒരു കുറച്ച് സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അവരുടെ വിഗ്രഹം, കുടില്, കാര്യങ്ങളൊക്കെ. അതൊക്കെ എൻ്റെ വീടിന്റെ പുറയിലാണ് ചെയ്തേക്കണേ. എൻ്റെ വീടിന്റെ പുറയിൽ ജസ്റ്റ് അത്യാവശ്യം സ്പേസ് ഉണ്ട്. അവിടെ കുറെ മരങ്ങളൊക്കെ നിൽക്കണ കാരണം നമ്മള് ക്ലീൻ ചെയ്തിട്ട് അതൊരു സെറ്റൊക്കെ ഇട്ട് നല്ലവണ്ണം വിഗ്രഹമൊക്കെ വലുതൊക്കെ ഉണ്ടാക്കി ട്രൈബൽ. പിന്നെ രാത്രി തീയൊക്കെ കത്തിച്ച് വെച്ചിട്ട് നാട്ടുകൂട്ടം, അങ്ങനെ ഒരു സെറ്റപ്പിലൊക്കെ ഞങ്ങൾ ചെയ്തത്. അങ്ങനെയൊക്കെ വർക്ക് ചെയ്തു. ഇപ്പൊ എന്താ പറയാ, ക്യാമറ ചെയ്തു എന്ന് പറഞ്ഞു, സെറ്റിന്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു, കഥ എഴുതി, ലിറിസിസ്റ്റ് ആണ്, ഡയറക്ഷനും ചെയ്തു.
അപ്പൊ ഞാൻ എടുത്തു ചോദിക്കുന്ന ഒരാള് നമ്മുടെ മലയാളം മൂവിയിൽ ഇതേപോലെ ഒരു പ്രതിഭയുണ്ട്, അതാരാന്ന് എല്ലാവർക്കും അറിയാം. സന്തോഷ് പണ്ഡിറ്റ്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞത് അഭിനയം എല്ലാം കൂടെ ഒരുമിച്ച് ബാലേന്ദ്ര മേനോൻ അങ്ങനെ. ഞാൻ പറഞ്ഞത് ഒറ്റ പക്ഷെ നമ്മുടെ സന്തോഷ് പണ്ഡിത്തിന്റെ ഫസ്റ്റ് മൂവി ആണെങ്കിൽ ഭയങ്കര ഹിറ്റ് ആയിരുന്നല്ലോ, ആൾക്കാരും അക്സെപ്റ്റ് ചെയ്തു. ഞാൻ ഫസ്റ്റിലെ പടത്തിൽ അഭിനയിക്കാൻ വരുമ്പോ എനിക്ക് തോന്നിയത് ഇങ്ങനെ തന്നെയായിരുന്നു. നമ്മള് കാണുമ്പോ നമുക്ക് ഒട്ടും ഫീൽ ചെയ്യില്ല ഇത്രയും ക്വാളിറ്റിയുള്ള പടമാണ്. അപ്പൊ നമുക്ക് ഒരു ഔട്ട് കണ്ടപ്പോ ശരിക്കും മനസ്സിലാവും ഇത്ര കാശ് മുടക്കി കൊടുത്ത പടമാണെന്നാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ ഒരു നല്ല ക്വാളിറ്റി ഉണ്ട്. എങ്ങനെ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എന്താ ചെയ്തത്, മെയിൻ ആയിട്ട് എന്താ ചെയ്തത്? കാരണം ഇപ്പൊ പൊതുവെ ലോ ബഡ്ജറ്റ് വരുന്ന പടത്തിന് ക്വാളിറ്റി കുറവായിരിക്കും, അല്ലെങ്കിൽ കുറെ ഇഷ്യൂസ്. നല്ല ക്യാമറ എന്ന് പറയുന്നത്. ഞാൻ 7-3 ഷൂട്ട് ചെയ്തു. ഞാൻ ആദ്യം വർക്ക് ചെയ്യുമ്പോ നമ്മളതിൽ താഴെയാ 7,000 രൂപ. അതാണ് ഈ പടത്തിന്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, പുറത്തുനിന്ന് ആദ്യം ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ പുറത്തുനിന്ന് ക്യാമറമാനെ വിളിക്കും. അപ്പൊ പെർ ഡേ നമുക്ക് 5,000 6,000 കൊടുക്കേണ്ടി വരും. നമുക്ക് പിന്നെ നോക്കുമ്പോൾ മുതലാവില്ല. അങ്ങനെ അവസാനം എനിക്കൊരു ചേട്ടന് പരിചയമുണ്ട് സ്റ്റുഡിയോ. പുള്ളിയുടെ സ്റ്റുഡിയോ പോയി ഡെയിലി ഇങ്ങനെ ഇരുന്നിട്ട് സോണിയുടെ 7-3 വർക്കിംഗ് പഠിക്കും. പുള്ളി എല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ ക്യാമറ ആ സൈഡിൽ നിന്ന് പഠിച്ചെടുത്തു. പിന്നെ പണ്ടോട്ട് എഡിറ്റിംഗ് പറഞ്ഞു. എഡിറ്റിംഗ് ഞാൻ തന്നെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരുന്നു. ഒരു സൈഡ് ഞാൻ എഡിറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്തു, മറ്റേ സൈഡ് ക്യാമറ പഠിച്ചെടുത്തു. അടുത്ത സൈഡ് എന്താണെന്നറിയില്ല, കണക്ഷൻ കുറെ ആൾക്കാരായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്തു. സിനിമയിലുള്ള കുറച്ച് പേരായിട്ട് ബന്ധങ്ങൾ, പ്രൊഡ്യൂസറൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. അപ്പൊ അവരുടെ ഏറ്റവും വലുത് അവരുടെ സപ്പോർട്ടാണ്. ചേട്ടാ ഒരു ദിവസം ഷൂട്ടിംഗ് ഉണ്ട്, നാളെ ഇന്ന സമയം എന്ന് പറഞ്ഞാൽ അവരെന്താ കഥ എന്ന്. എന്റെ ഒരു വർക്കില് മലയാളത്തിലെ ഫേമസ് നിർമ്മാതാവ് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ടൈഗർ സിനിമയുടെ ഒക്കെ മെയിൻ ആളാണ്. നിർമ്മാതാവ് പറഞ്ഞപ്പോ ആളുടെ പേര് ചിലപ്പോൾ അതിൽ നിന്ന് കിട്ടും. സാറുമായിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട്. അപ്പൊ ഞാൻ ഒരു ദിവസം ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്, സാർ എന്റെ ഒരു വർക്കിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞു. സാറ് സ്ക്രിപ്റ്റ് പോലും, അതായത് സാധാരണ എല്ലാ സ്ക്രിപ്റ്റ് ചോദിച്ചിട്ടാണ് തന്നെ, സാറ് സ്ക്രിപ്റ്റ് പോലും ചോദിക്കാണ്ട് എന്നോടുള്ള ഒരു പേഴ്സണൽ ബന്ധമുണ്ട്. സാറ് വന്നു. അല്ലല്ല സാറല്ല, വേറെ പ്രൊഡ്യൂസറാണ് പറഞ്ഞു. ബിയോണ്ട് ബോർഡേഴ്സിൽ അസിസ്റ്റന്റ് ആയിട്ട് ഒരു ചാൻസ് വന്നു. പക്ഷെ ആ ടൈമില് ബിടെക് ഫൈനൽ ഇയർ സമയമായിരുന്നു. എനിക്ക് പോകാൻ പറ്റിയില്ല. ബിയോണ്ട് ബോർഡേഴ്സിൽ അസിസ്റ്റന്റ് ആയിട്ടാണ് വന്നത് മേജർ സാറിന്റെ പടത്തില്. ആ സമയത്ത് അങ്ങനെ പോയില്ല. പിന്നെ സപ്പോർട്ടാണ്, അതിലാണ് കൂടുതലും നിൽക്കുന്നത്. ഞാൻ മെമ്മറി എനിക്ക് തോന്നുന്നു മെമ്മറിയും ഗ്രാസ്പിംഗ് പവറിനെക്കാളും അല്ല, എനിക്ക് തോന്നിയ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ മെമ്മറിയുടെ കാര്യം പറഞ്ഞു, ഫോട്ടോസ്റ്റാറ്റിക് മെമ്മറി ഇതെല്ലാം പറഞ്ഞു. പക്ഷെ ആൾക്ക് ഭയങ്കര എന്താ പറയാ ക്യൂരിയോസിറ്റി കൂടുതലാ തോന്നുന്നു. ഇപ്പൊ എഡിറ്റിംഗ് പഠിക്കണം എന്ന് പറഞ്ഞു, എഡിറ്റിംഗ് തേടി ചെന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കി. ഡയറക്ഷനും ക്യാമറ ഒക്കെ നമ്മള് അതിനോടുള്ള ആഗ്രഹം ഉണ്ടെങ്കിലേ ക്യാമറ ഒക്കെ പഠിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ ആൾക്ക് ഭയങ്കര ക്യൂരിയസ് ആണെന്ന് തോന്നുന്നല്ലേ പഠിക്കാൻ ഭയങ്കര. നമുക്ക് പണിയിറങ്ങിയാലേ നമുക്ക് ഇവിടെ ആള് നിൽക്കുള്ളൂ. നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അതാ പറഞ്ഞ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് തോന്നി. കാരണം ചേട്ടൻ പറയും മെമ്മറി ഒരിക്കലും സമ്മതിക്കില്ല, എനിക്ക് ഇഷ്ടമില്ലാത്ത ഇനി ഇത് കണ്ട ആൾക്കാരെ. പിന്നെ എന്നോട് സന്തോഷ് ചേട്ടൻ പറഞ്ഞു ആള് എന്താ പറയാ ഭയങ്കര ആ മെമ്മറി പവറിന്റെ ഇതില് കഥ മനസ്സിന്റെ ഉള്ളിലാണ്. അത് വേറെ ഒന്നുമല്ല, സ്ക്രിപ്റ്റ് എഴുതൂല, ഡയലോഗൊക്കെ ഓൺ ദി സ്പോട്ട് അല്ലേ. സാധാരണ പടത്തിൽ ക്ലാപ്പ് ഉണ്ടാവും, ചിലപ്പോ നമുക്ക് ഡയലോഗ് ചെയ്തെന്നുണ്ടാവും. പക്ഷെ അണ്ണന്റെ പടത്തിൽ വരുമ്പോ അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. സ്പോട്ടിലെ ഡയലോഗ്. അതെങ്ങനെ സ്പോട്ടിൽ ഡയലോഗ് ഉണ്ടാക്കതേ? ഓൾറെഡി കഥ എഴുതില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം വേസ്റ്റ് ചെയ്തിട്ടുണ്ടോ. അതാണ് ഒരു 1 ലൈൻ തൊട്ട് മനസ്സിലുണ്ടാവും. സ്റ്റാർട്ടിങ് എൻഡിങ് അതിന്റെ ഇടയ്ക്കുള്ള പോർഷൻസ് ഉണ്ടാവും. അപ്പൊ ആദ്യം തന്നെ കുറച്ച് ക്യാരക്ടേഴ്സ് ഞാൻ മൈൻഡിങ് ആണ്. ഇപ്പൊ എക്സാമ്പിൾ ഇവനും വേറെ പയ്യനാണ് അഭിനയിക്കണമെങ്കിൽ ആദ്യം ഞാൻ അവരെ തമ്മിൽ ഒരു മീറ്റിംഗ് വെച്ചിട്ട് അവരെ കണക്ട് ചെയ്ത് സിങ്ക് ആക്കും. അവരുടെ ഫ്രണ്ട്സ് ആയി. പിന്നെ അവരെ അഭിനയിക്കാൻ നേരത്തെ ഞാൻ പറയും നിങ്ങൾ ഇങ്ങനെ ഫ്രണ്ട്സ് ആണ്, നിങ്ങൾ ഇങ്ങനെ പെരുമാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ മൈൻഡിൽ നിന്ന് തന്നെ പിന്നെ ഡയലോഗ് പറഞ്ഞോളൂ, ഇതാണ് സിറ്റുവേഷൻ. ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പൊ ഒരുത്തൻ മറ്റവരുടെ അടുത്ത് യാത്ര പറഞ്ഞു പോകണമെങ്കിൽ ഒരു വിഷമമുള്ള സീനാണെങ്കിൽ ഇവരാദ്യം പരിചയമില്ലാത്ത രണ്ടുപേരും ആദ്യം ഞാൻ സിങ്ക് ചെയ്യും, ഫ്രണ്ട്സ് ആക്കി അവരെ മാറ്റി അവർക്ക് ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അഭിനയിക്കുന്ന ടൈം പറയും എടാ നീ ഇവരെ പിരിഞ്ഞു പോണ സീനാണ്, ഓട്ടോമാറ്റിക് മറ്റവന്റെ മൊത്തം ചെറുതായിട്ട് വരും, കുറച്ച് ടൈം എടുക്കും. ഞങ്ങളുടെ കാടന്റെ ക്ലൈമാക്സിൽ 15 പേരുണ്ടായിരുന്നു. 15 പേര്. അതിന്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും പറഞ്ഞ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കുറച്ച് മിത്താണ്. ചേട്ടൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, ഒരു മിത്താണ്. അപ്പൊ അതിൽ അവസാനമാകുമ്പോ ട്രൈബൽ നേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റിയത് ഒന്നെങ്കിൽ മരുന്നിന്റെ കേസ് ചെയ്യാം,
അല്ലെങ്കിൽ തേൻ ശേഖരിക്കുന്ന നമ്മൾ മരുന്നിന്റെ ഒരു സെറ്റപ്പിലാണ് കഥ ചെയ്തേക്കുന്നത്. അപ്പൊ ക്ലൈമാക്സിൽ ഇങ്ങനെ വന്ന് ഒരു കുറച്ച് പേര് ഇങ്ങനെ പോയിട്ട് വന്ന സംഭവമുണ്ട്. അപ്പൊ ഈ ഗ്രാമത്തിൽ എല്ലാവരും കൂടും, 15 പേര്. 15 പേര് ചെയ്യുന്ന സമയത്ത് ഞാനും അഭിനയിക്കുന്നുണ്ട്. ഞാനും വേറെ സ്ഥലത്ത് നിന്ന് വരിക കഥ. അപ്പൊ നമ്മള് 15 പേര് നിക്കണത്, ക്യാമറ ചെയ്യാൻ ആളില്ല, ക്യാമറ മാത്രം അവിടെ നിൽക്കുന്ന നമുക്ക് ആളില്ല. 15 അല്ല, ഷൂട്ടിംഗ് സമയത്ത് ചെയ്യാൻ നമുക്ക് ദേഷ്യം. അല്ല വേറെ ഒന്നുമല്ല, നമ്മളെ ക്യാമറയുടെ പൈസ അപ്പൊ നമ്മൾ മൈൻഡ് പ്ലാൻ കോർഡിനേറ്റ് ചെയ്യുമ്പോ ഒബ്വിയസ്ലി ആ ഒരു ലീഡർഷിപ്പ് കാണിക്കണം. അല്ല, ഞാൻ പ്രൊഡക്ഷൻ സൈഡിലാണ് കൂടുതൽ നോക്കണേ. അതായത് ഒരു ദിവസം ക്യാമറ എടുത്തു കഴിഞ്ഞാൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അതാണ് എന്റെ മൈൻഡ്. അപ്പൊ നമ്മൾ ചിലപ്പോ തലേന്ന് ക്യാമറ എടുത്ത് വെച്ചിട്ട് പിറ്റേന്ന് ഒരു 8 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങിയാൽ മതി. ഞാൻ ചിലപ്പോ 4 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങും. ഇവനൊക്കെ എന്റെ ഇപ്പൊ കാടലിലെ മെയിൻ ആർട്ടിസ്റ്റ്, കാടലിലുണ്ട്, കാടലിലെ ഫൈറ്റ് സീക്വൻസ് പുള്ളിയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നതാണ്. അത് ഞാനും കാടലിൽ കയറുമല്ലേ. അങ്ങനെ സമയത്ത് ഞാൻ നെക്സ്റ്റ് ഇപ്പോൾ ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുക, സാത്താൻ എന്ന് പറഞ്ഞു. അതിന്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു. 2 മണിക്കൂർ പടമാണ് സാത്താൻ എന്ന് പറഞ്ഞു. അതിൽ പുള്ളി നല്ല വില്ലൻ റോളാണ് ചെയ്തേക്കുന്നത്. സോറി, പറയാൻ വന്ന കാടന്റെ ക്ലൈമാക്സിൽ 15 പേരുണ്ടായിരുന്നു. അപ്പൊ എന്നാ പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ 3 പേരും ഫ്രെയിമിലുണ്ടല്ലോ, ഞങ്ങൾ 3 പേരും ഫ്രെയിമിലുണ്ട്. പിന്നെ വേറെ ഇപ്പൊ അപ്പൊ ചേച്ചിക്ക് വേണമെങ്കിൽ ക്യാമറ ചെയ്യാം. ഇപ്പൊ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഞങ്ങൾ 2 പേരും ബാക്കിൽ നിന്ന് വെക്കുകയാണെങ്കിൽ അവൻ ക്യാമറ ചെയ്യും. അങ്ങനെ ഒരാൾ മിസ്സിംഗ് ആയിരിക്കും, പക്ഷെ അത് പടം കാണുമ്പോൾ നമുക്ക് ആർക്കും മനസ്സിലാവില്ല ഒരാൾ മിസ്സിംഗ്. അങ്ങനെയാണ് ഷൂട്ട് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് മെമ്മറി കൂടുതലായുണ്ട്, വൈരാഗ്യം കുറച്ചുണ്ട്. ആരും മറക്കാൻ പറ്റില്ല, ക്ഷമിക്കാൻ പറ്റില്ല, എല്ലാം മനസ്സിൽ നിൽക്കും. അങ്ങനത്തെ അങ്ങനെയൊന്നും പറയല്ലേ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ശരിയാ, ഫോട്ടോ സ്റ്റാറ്റിംഗ് ഭയങ്കര എക്സ്ട്രാ. കാരണം ഇപ്പത്തെ ആൾക്കാർക്ക് ഭയങ്കര മെമ്മറി പവർ എന്നൊക്കെ പറയുന്നത് ഐ തിങ്ക് ഞാൻ പറഞ്ഞ പോലെ ഈ ഗ്രാസ്പ് മാത്രല്ല, ക്യൂരിയോസിറ്റിയും കൂടെ ഒരു ഫാക്ടർ ആണെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പൊ ഡയലോഗിന്റെ കാര്യം ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ. ഈ കാടൻ എന്ന് പറഞ്ഞ മൂവിയില് ഒരു തമിഴ് ടച്ച് വരുന്ന ഡയലോഗ്, ട്രൈബൽ ആണ്. അതായത് ഈ എല്ലാ ട്രൈബ്സ് വിഭാഗങ്ങൾ പല സ്ലാങ്ങാ സംസാരിക്കും. ഇപ്പൊ ഞാൻ എടുത്ത റെഫറൻസ് എടുത്ത് ഉരുളന്തണ്ണി ഭാഗത്ത് അവിടെ തന്നെ 2 വിഭാഗമുണ്ട്. മന്നാൻ വിഭാഗമുണ്ട്, മുതുവാൻ വിഭാഗമുണ്ട്. അത് ഇടുക്കി, എറണാകുളം ഇടുക്കി ബോർഡറിലുള്ള. അതുപോലെ ഇപ്പൊ മേളിലേക്ക് അവര് വേറെ ഭാഷ, നമ്മൾ കേരളത്തിൽ തന്നെ പല ഭാഷയിലും സംസാരിക്കും. കാസർഗോഡ് സംസാരിക്കുന്ന സ്ലാങ് അല്ല നമ്മൾ കൊച്ചി സംസാരിക്കുന്നത്. കൊച്ചിയിലല്ല, തിരുവനന്തപുരം, തൃശ്ശൂരൊക്കെ സംസാരിക്കും. ഇവരുടെ തന്നെ പല സ്ലാങ്ങാണ്. എന്റെ ഇത് ഞാൻ കുറച്ചുപേരെ കാണിച്ചപ്പോൾ പറഞ്ഞു ഇത് തമിഴല്ല. ഞാൻ അത് പടത്തിന്റെ ഫ്രണ്ടിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, തമിഴല്ല. കാരണം നമ്മൾ തമിഴ് ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ തമിഴ് പടമായിട്ട് മാറും. നമ്മൾ ഫുള്ള് മലയാളത്തിൽ ഇവര് ഇടിച്ച് ഫൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് കുറച്ച് ഡയലോഗ് ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ മലയാളത്തിൽ നമുക്ക് കേൾക്കും ബോറാ. എന്നെ ഇവിടെ നിന്നുള്ളൊരു ഡയലോഗ് എതുക്ക് ഇങ്ങേന്ന് നമ്മള് കുറച്ച് തമിഴ് മിക്സ് ചെയ്ത് തരും. അപ്പൊ കേൾക്കാനൊരു സുഖത്തിന് നമ്മൾ തമിഴും മലയാളം പിന്നെ ആ ട്രൈബ്സിന്റെ 2 പേരുടെ സ്ലാങ്. കാരണം എനിക്ക് 2 പേര് റെഫറൻസ് ഉണ്ടായിരുന്നു, എനിക്ക് ഡെയിലി പറഞ്ഞു തരും. നമ്മൾ അങ്ങോട്ട് മലയാളത്തിൽ ചോദിക്കും, അപ്പൊ അവരുടെ എന്താണോ പറഞ്ഞത് അത് നമുക്ക് തിരിച്ചു പറഞ്ഞു തരും. ആ രീതിയിൽ നോട്ട് ചെയ്ത് വെച്ചു, എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെയ്തു. അപ്പൊ എനിക്ക് ശ്രീജിത്തിനോട് ചോദിക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഈ ഡയലോഗ് ഓൺ ദി സ്പോട്ടാന്ന് പറഞ്ഞല്ലോ, ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ മൂവിയിൽ എന്തായാലും. അപ്പൊ അതെങ്ങനെ ഓൺ ദി സ്പോട്ട് പറഞ്ഞു തരുമ്പോ നമ്മളതൊന്ന് എഴുതി വെക്കാനൊന്നും പറ്റില്ല, ആളപ്പൊ തന്നെ പറഞ്ഞു തരുമല്ലേ. അപ്പൊ അതെങ്ങനെ നമ്മളവിടേക്ക് അഭിനയിക്കാൻ വേണ്ടി നിൽക്കുമായിരിക്കും. അപ്പൊ തന്നെ ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ വന്നിട്ട് എടാ ഇന്ന ഡയലോഗ് ഇങ്ങനെ പറയണോന്ന് പറയും. പറഞ്ഞു കഴിയുമ്പോ തന്നെ നമ്മളത് അതേ ടോണിൽ തന്നെ ആ ഡയലോഗ് അവിടെ പറയും. അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത്. അല്ല, നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് ഓൺ ദി സ്പോട്ട് ആണെങ്കിലും ആ ഡയലോഗ് പറയണല്ലോ. അപ്പൊ ഈ എഴുതി വെക്കാത്തതുകൊണ്ട് തന്നെ നമുക്കൊരു ഇന്നതാണ് ഡയലോഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇല്ലല്ലോ. ഇതാണ് പറഞ്ഞുതരും. അപ്പൊ ചേട്ടൻ ഇങ്ങനെ ഓരോ ഡയലോഗ് പറയുമ്പോ നമ്മളതനുസരിച്ച് പറഞ്ഞോളാം. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആർട്ടിസ്റ്റുകളാണ് അവരാണ് അവരുള്ള ആർട്ടിസ്റ്റുകൾ ഒരാളെ ഫെയിലിയർ ആയി പോയി കഴിഞ്ഞാൽ തീർന്നില്ല. അപ്പൊ എല്ലാ ആർട്ടിസ്റ്റിനും സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് പെട്ടെന്ന് ഇതാണ് സിറ്റുവേഷൻ 2 പേര് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിച്ചാൽ എല്ലാവരും ടാലന്റ് ഉള്ളവരാണ്. ഞാൻ മാത്രമല്ല, അതിൽ അഭിനയിച്ചാൽ എല്ലാവരും ടാലന്റ് ഉള്ളവരാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കും, പെട്ടെന്ന് ഓർത്തിരിക്കും ഇതാട്ട സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങളുടെ മറ്റേ ഞാൻ കുറച്ച് CID ന്യൂസിന്റെ ഒരു ചെറിയ കാർഡ് ഇറങ്ങിയ ആ സോങ്ങില്ല, ആ സോങ് അതില് ഈ ചേട്ടൻ ഉണ്ട് ഒരു ചെറിയ റോള്. അത് വേറെ ഒന്നല്ല, ഒരു കള്ളനെ ചേസ് ചെയ്യണ രംഗം. ചുമ്മാ ഒരു സോങ്ങിൽ എനിക്ക് ചുമ്മാ തോന്നി ഒരു 4 മിനിറ്റ് സോങ് എടുത്തിട്ട്, കോപ്പിറൈറ്റ് ആയിരിക്കട്ടെ യൂട്യൂബിലൊക്കെ, 4 മിനിറ്റ് സോങ് എടുത്ത് ഒരു കള്ളനെ പോലീസ് ചേസ് ചെയ്യണം. അതിനിടയ്ക്ക് കുറെ കാര്യങ്ങൾ നടക്കണം. അതിനിടയ്ക്ക് കള്ളൻ
കള്ളന്റെ വണ്ടിയുടെ പെട്രോൾ തീർന്നു പോണു. കള്ളനായിട്ട് ഞാൻ ഒറ്റ കൊടുക്കുന്ന ആളാ അതില്. കള്ളന്റെ വണ്ടിയുടെ പെട്രോൾ തീരണു. കള്ളന്റെ വണ്ടിയുടെ പെട്രോൾ തീരുമ്പോ കള്ളൻ ഇങ്ങനെ നോക്കുമ്പോൾ ചേട്ടനെ സന്തോഷം അതിൽ കൂടെ തന്നെ സന്തോഷന്റെ ഡ്രൈവിംഗ് ഓടിക്കുന്ന ആളാ. ഓടിക്കാൻ അറിയില്ല വണ്ടി, അത് ഓടിക്കാറില്ല. അത് ആ സീൻ ഷൂട്ടുകാർക്കല്ലേ. അത് കഴിഞ്ഞിട്ട് ഈ പുള്ളി നേരെ ഒരു കുഴി കൊണ്ട് ചടിക്കുകയാണ്. അവിടെ നിന്ന് കള്ളൻ പിന്നെ രക്ഷപ്പെട്ടു. അത് കള്ളൻ ഇങ്ങനെ ഓട്ടം തുടർന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിനിടയ്ക്ക് കള്ളനും സംഭവിക്കുന്ന കുറെ ഇൻസിഡന്റ് ആണ് ആ സംഭവം. ചെറുതായിട്ട് അത് നമ്മള് 1.5 ദിവസം കൊണ്ട് ഷൂട്ട് തീർത്തു. ഒരു ദിവസം കൊണ്ട് ഷൂട്ട് തീർത്തു. ശരി, ഒരു ദിവസം. സാത്താൻ എന്ന് പറഞ്ഞപ്പോ കാടൻ കഴിഞ്ഞിട്ട് കാടൻ ഇറങ്ങാൻ പോണു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന പടമാണ് സാത്താൻ. അത് 2 മണിക്കൂർ പടമാണ്. അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒക്കെ ഞാൻ ഇറക്കിയതാണ് ഓൾറെഡി. എന്റെ ഡേയ്സ് കുറവായിരുന്നു. 11 ഡേയ്സ് കഴിഞ്ഞ ഷൂട്ട് ചെയ്യാം. 11 ഞാൻ പ്ലാനിങ് ആണ്. ക്യാമറ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് ഷെഡ്യൂൾ ചെയ്യും. ഇത്ര മണി ടൈമാണ്, അതായത് 10 to 12 വരെ ഇത്ര സീൻ ഷൂട്ട് തീർക്കും. അതിന് ഒരു അരമണിക്കൂർ ഗ്യാപ്പ് കൊടുക്കും. അപ്പൊ അരമണിക്കൂർ ഗ്യാപ്പ് കൊടുക്കുമ്പോൾ അടുത്ത വീടുള്ളവർ അവരുടെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരും. അങ്ങനെ അടുത്തുള്ളവരെ, ദൂരമുള്ളവർക്ക് നമ്മൾ തന്നെ കൊടുക്കും, ഫുഡ് വാങ്ങി കൊടുക്കും. ദൂരെ ഷൂട്ടിങ് പോകുന്ന സമയത്ത് അങ്ങനെയാണ് ഫുള്ള് ചെയ്യണത്. 12 ദിവസം ഷൂട്ട് തീർന്നു. പിന്നെ സാത്താന്റെ ഫസ്റ്റ് ലുക്ക് ഒക്കെ ഞങ്ങൾ ഓൾറെഡി നല്ല ഒഫീഷ്യലായിട്ട് റിലീസ് ഉണ്ടായിരുന്നു. ജിത്തു സാർ റിലീസ് ഉണ്ടായിരുന്നു. അപ്പൊ അതോടെ പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിക്കാൻ കാരണം, ഇപ്പൊ ആരെയും ഫിലിം സ്കൂളിൽ പോയിട്ടില്ല, അസിസ്റ്റന്റ് ആയിട്ട് ഒന്നും വർക്കും ചെയ്തിട്ടില്ല, ഈ ഒരു മൂവി എന്ന് പറയുന്ന ഒരു ഫീൽഡിലോട്ടെ ഒരു ബന്ധമില്ലാണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ ശരിക്കും ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ട് ആരുടെയും ഉണ്ടായിരുന്നോ ഈ മൂവിയിലോട്ട് വരാനോ അല്ലെങ്കിൽ ഡയറക്ടർ ആവണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരെങ്കിലും ഒരു ഇൻസ്പിറേഷൻ? എനിക്ക് അഭിനയിക്കാൻ ഇൻസ്പിറേഷൻ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ. അതാണ് മോഹൻലാലിന്റെ ഫാനാന്ന് പറഞ്ഞതല്ലേ? ഇൻസ്പിറേഷൻ മോഹൻലാലാണ് കംപ്ലീറ്റ് ആക്ടർ. എനിക്ക് അങ്ങേറെ ഇത് കണ്ടിട്ടാണ് നമുക്ക് അഭിനയിക്കണം എന്നൊരു ആഗ്രഹം. ഫാനൊക്കെ തന്നെയാണ്. പിന്നെ ഡയറക്ഷൻ എനിക്ക് അങ്ങനെ തോന്നിയത്, എനിക്ക് ആക്ഷനോട് ഭയങ്കര ജോഷി സാറ്, വൈശാഖ് സാറ്, അവരൊക്കെ എന്ന് പറഞ്ഞാൽ ആക്ഷൻ ബേസ്ഡ് സാധനം കിട്ടും. ആക്ഷൻസ് ഭയങ്കര ഇഷ്ടം. പണ്ടോട്ട് ഇടി ഉണ്ടാക്കാറുണ്ട്. എനിക്കൊരു ചേട്ടനുണ്ട്, ചേട്ടനായിട്ട് ഇടി ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഇടി വന്ന ആക്ഷൻസിനോട് ഭയങ്കര താല്പര്യം. അങ്ങനെ പിന്നെ എല്ലാം പഠിച്ചെടുക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, ആര് വിചാരിച്ചാലും പഠിക്കുന്ന വിചാരിച്ച സുഖമായിട്ട് പഠിക്കാൻ പറ്റും. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, ടൈം ഇൻവെസ്റ്റ് ചെയ്തു. അത്രയാണ് എന്റെ, ഞാൻ പഠിച്ചത് കാരണം ഞാൻ ടൈം ഇൻവെസ്റ്റ് ചെയ്തു. എങ്ങനെയാണ് ആക്ഷൻ? ഇപ്പൊ ഈ കാടെന്ന് വന്ന മൂവിയിലെ ആക്ഷൻ സീനൊക്കെ അല്ലേ? അത് അതൊക്കെ എങ്ങനെ പ്ലാൻ ചെയ്ത്? ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇടി കിട്ടും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ഒക്കെ ചെയ്യും. ആക്ഷൻ ചെയ്ത ആളെ പറഞ്ഞിട്ടാണ്. ആക്ഷൻ ചെയ്യണ സമയത്ത് എന്താ പറയാ, നമ്മള് ഓരോ സീൻ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചേട്ടന് കുറെ ഇടിയൊക്കെ കിട്ടിയുണ്ട്. ഈ ഡയറക്ടർ പ്രിയദർശിനി ഭയങ്കര പൊട്ടത്തിരി മെമ്മറിയാണ്. ഇപ്പൊ ജോൺ അബ്രഹാം ഡയറക്ടർ ഉണ്ടായിരുന്നു 98 അയാളെല്ലാം ഇതേപോലെ സ്ക്രിപ്റ്റ് ഇല്ലാതെയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരാളാണ്. പിന്നെ ഇപ്പൊ ഭയങ്കര ലോ ബഡ്ജറ്റ് പടം ആയതുകൊണ്ടും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ബഡ്ജറ്റ് നോക്കിയിട്ടാണോ കാസ്റ്റിംഗ് ചെയ്തത്, അതോ കറക്റ്റ് ആപ്റ്റ് ആയ ആള് മനസ്സിലായി? കാരണം ഞാനൊരു ബിഗിനറല്ല. ഒരു ബിഗിനറെ സംബന്ധിക്കുമ്പോ ഒരാള് ഫസ്റ്റ് അഭിനയിക്കുമ്പോ, ഞാൻ അതിൽ അഭിനയിച്ച ഞാൻ ചിലപ്പോ കൊമേഡിയനായി പോകുന്ന ഒരു ചിന്തയുണ്ട്. പിന്നെ എന്നെ ട്രസ്റ്റ് ചെയ്ത് വന്നവര് അത്യാവശ്യം നല്ല, ഞങ്ങളുടെ അവിടെയൊക്കെ ആ ഏരിയയിലൊക്കെ അറിയപ്പെടുന്നവരാണ് വന്നത്. ഞാൻ ആദ്യം ലോക്കലിൽ നിന്ന് തുടങ്ങി. ലോക്കലിൽ അത്യാവശ്യം അറിയപ്പെടുന്നവരെ വെച്ച് ചെയ്തു. സപ്പോർട്ടാണ് മെയിനായിട്ട് ഇത്തരം. കാരണം ബഡ്ജറ്റ് അത് എന്റെ കാൽക്കുലേഷൻ. കാരണം ക്യാമറ എന്റെ കയ്യിൽ പോയി, എഡിറ്റിംഗ് എന്റെ കയ്യിൽ തന്നെ വന്നു, ഡയറക്ഷൻ പിന്നെ കൊടുക്കേണ്ട ആവശ്യം. പിന്നെ കോസ്റ്റ്യൂം എല്ലാവരും ഞാൻ തന്നെ ഡിസൈൻ ചെയ്യണം. ചില കോസ്റ്റ്യൂം നമ്മൾ കൊടുക്കും, ചിലത് അവർ കൊണ്ടുവരും. മേക്കപ്പ് നമ്മൾ തന്നെ ചെയ്യണം. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും നമ്മളൊരു മൂവി അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ആയാലും മൂവി ആയിക്കട്ടെ എന്ത് ഇറക്കുമ്പോഴും പലപ്പോഴും ആൾക്കാര് അക്സെപ്റ്റ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഭയങ്കര ബാഡ് ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അതെ, ലൈക്ക് ഇപ്പൊ നമ്മളൊരു മൂവി ഇറക്കി, ഇത്രയും കാര്യങ്ങൾ ഇപ്പോ ഡിബിൻ തന്നെ ഒരുപാട് എഫേർട്ട് എടുക്കുന്ന ഒരു മൂവി ഇറക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത്രയും ചെയ്തിട്ടും ഒരു ആൾക്കാർ പ്രോപ്പർ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരുപാട് ഫിലിംസ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു അപ്കമിങ് ഡയറക്ടർ എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നുന്നതാണ് ആ സമയത്ത്. എനിക്ക് വിഷമമൊന്നുമില്ല. ഇല്ല, ഞാൻ എന്റെ ഡ്രീം അല്ല ചേച്ചില്ല. ഞാൻ എന്റെ പടമൊക്കെ ഷൂട്ടിങ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ ഒരു ട്രിപ്പ് അങ്ങോട്ട് പോകും. അപ്പൊ ആൾക്കാർ ഇപ്പൊ ഈ മൂവി ഇപ്പൊ ഇറങ്ങാൻ പോവാണ്, ഇറങ്ങിയാലും ക്രിട്ടിസൈസ് ചെയ്താലും ആ ഒരു ഇതിലെടുത്തത് പുതിയൊരു മൂവി തന്നെ. അത്രേ ഉള്ളൂ. പയ്യന മൂവീസ് പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിൽ ഞാൻ ഈ മാസം ജൂൺ 30 ഇറക്കാനാണ് എന്റെ പ്ലാൻ. പയ്യന മൂവീസ് എന്നാണ് OTT
പ്ലാറ്റ്ഫോമിന്റെ പേര്. ജൂൺ 30 ആ അതാണ് ഒരു ഷൂട്ട് കഴിഞ്ഞാൽ അപ്പൊ ഒരു ട്രിപ്പ് പോകും. കഥയ്ക്ക് വേണ്ടിട്ട് ഒരു പടം ഈ കഥയുടെ ആ ഒരു ഇതെങ്ങനെ കിട്ടുന്നത്? ഒരു കഥ ഇപ്പൊ വൺ ലൈൻ ആയിട്ട് മനസ്സിൽ വരുന്നല്ലേ, അപ്പൊ എന്തെങ്കിലും ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാറുണ്ട്? ഞാൻ ഫോറസ്റ്റിൽ സ്റ്റേ ചെയ്യാൻ പോകാറുണ്ട്. ചെയ്യാറുണ്ട് ഈ കാടൻ മുന്നേ. അങ്ങനെയാണ് ഇത് കിട്ടിയത്. അവരുടെ അടുത്ത് സ്റ്റേ ചെയ്യുമ്പോ അവരുടെ കുടിലിക്കിടൊക്കെ പോകും. നല്ല രസം തോന്നും ശരിക്കും. നമ്മുടെ ഒരു ലൈഫ് അല്ല അവരുടെ. തോന്നി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മൈൻഡിൽ ഇങ്ങനെ വന്നു, ഇങ്ങനെ ചെയ്തുകൂടാ എന്നൊരു. പിന്നെ അവരുടെ ഒന്നും ആക്ഷൻ ഇല്ല കേട്ടാ. അവരുടെ നമ്മളെ ആക്ഷനൊക്കെ കോർത്തിണക്കി ഒരു മൂവി വേണ്ട എലമെന്റ്സും കൂടെ അതൊക്കെ ചെയ്ത് ഞാൻ ചെയ്തു. ഇപ്പൊ ഈ ട്രൈബിന് മൂവിയാന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ ശരിക്ക് ട്രൈബ് എന്ന് പറയുമ്പോ തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു കാടൻ എന്ന മൂവിയിലൂടെ എന്താണ് ഓഡിയൻസിന് കൊടുക്കുന്നത്? എന്തെങ്കിലും മെസ്സേജോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർ എലമെന്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പ്രോപ്പർ എലമെന്റ് അല്ല, ഞങ്ങൾ അതില് ഒരു മിത്താണ്. ഒരു നെഗറ്റീവ് മനുഷ്യൻ ഒരു ഗ്രാമത്തിൽ ഉണ്ടാക്കുന്ന ഒരു കഥയാണ് അത് പറഞ്ഞത്. അല്ല, മിത്ത് എന്ന് പറയുമ്പോഴും നമ്മൾ അതിലൊരു മെസ്സേജ് ഹൈഡൻ ചെയ്ത് വെച്ചിട്ടില്ല. ഇല്ല, അതില് ശരിക്കും ഞാൻ സിനിമാറ്റിക് രീതിയിലാണ് ഉണ്ടാക്കിയത്. അതിന് മെസ്സേജ് പറഞ്ഞ ഒരു വില്ലന്റെ ഒരു സൈക്കോയാണ്. എന്നാലും ഒരു മെസ്സേജ് ഉണ്ടാവില്ല അല്ലേ? ഒരു ഗ്രാമത്തിന്റെ നന്മ ഉദ്ദേശിക്കുന്നത് അത്രേ ഉള്ളൂ. കണ്ടാലേ മനസ്സിലാവുന്ന രീതിയിലല്ലേ? ഫുള്ള് ഞാൻ ചേട്ടനെ കണ്ടു. ഇപ്പൊ ഈ രണ്ടാമത് ഇറങ്ങാൻ പോണ മൂവി എന്ന് പറയുന്നതിന്റെ ടൈറ്റിൽ തന്നെ ഭയങ്കര നോട്ടബിൾ ആണ്. നെഗറ്റീവ് ആണെന്ന് പറയാ, പക്ഷെ എന്നാലും നമ്മുടെ സാത്താന്നൊക്കെ പറയുമ്പോ ആൾക്കാരൊപ്പം തന്നെ ഇതെന്താ അങ്ങനെ ഒരു രീതിയിൽ കണക്ട് ചെയ്യല്ലോ. അതിന്റെ പോസ്റ്റർ ഞാൻ കണ്ടിട്ട് ശരി, ആ ഒരു ഭയങ്കര ഒരു ബ്ലഡ് ഷെഡ് ആയിട്ട് ആ ഒരു ലുക്കില് ഒരു ഭയങ്കര നെഗറ്റീവ് ലുക്കിലുള്ള ഒരു പോസ്റ്റർ അല്ലേ? അപ്പൊ അതിലും ഇങ്ങനെ ഒരു എന്തെങ്കിലും ഉണ്ടോ? ഇതിലെ ഹിഡൻ അജണ്ടയോ അങ്ങനെ എന്തെങ്കിലും? സാധാ സ്റ്റോറി. ഒരു എന്താ പറയാ, ഒരു ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ഒരു പയ്യന് നടക്കുന്ന കുറെ ഇൻസിഡന്റ്. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന് നിൽക്കാത്ത കുറച്ച് ടീമുകൾ അതിൽ ചെയ്യുന്നത്. പക്ഷെ പുള്ളി അവസാനം ഒരു പോസിറ്റീവായിട്ടാണ് കഥ എൻഡ് ചെയ്യുന്നത്. പലരും ഇതായിരിക്കില്ല. ഞാൻ ഈ ഒരു കഥയും എങ്ങനെ എവിടെയും ട്രാവൽ ചെയ്തിട്ട് അങ്ങനെ കിട്ടിയതാണ് ഈ ത്രെഡ്? അല്ല ഒരു അൺഎക്സ്പെക്ടഡ് അല്ല, ഞാനിപ്പോ ഒരു ഫ്രണ്ടിന്റെ ഒരു ചെറിയൊരു ഇത് കിട്ടി. അല്ല, ഒരു ചെറിയ ഇൻസിഡന്റ് കിട്ടി. ആ ഇൻസിഡന്റ് നമ്മളിങ്ങനെ പുറത്തിണക്കി നമ്മൾ കണക്ട് ചെയ്തു. ഇതിന്റെ സ്ക്രിപ്റ്റ് കാടന്റെ സ്ക്രിപ്റ്റ് ഞാൻ ചെയ്തത് ശരിക്കും ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 1.5 ദിവസത്തിനുള്ളിൽ ഞാൻ സ്ക്രിപ്റ്റ് കഥ ഫുള്ള് സെറ്റാക്കി. 1.5 ദിവസം കൊണ്ട്. പിന്നെ എനിക്ക് സ്ക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇരിക്കപ്പുറത്തിനല്ല, ഷൂട്ടിങ് ചെയ്യാനാണ് പിന്നെ അടുത്ത് പെട്ടെന്ന് ചെയ്യണം. പിന്നെ ഓട്ടമാണ്, പിന്നെ ലൊക്കേഷൻ കണ്ട് ചെയ്യാ, പെട്ടെന്ന് ഷൂട്ട് ചെയ്യാ പരിപാടി ചെയ്തത്. സാത്താൻ അതുപോലെ തന്നെ 2 മണിക്കൂറിന്റെ പടം ചെയ്തത്. പക്ഷെ സാധാരണ എനിക്ക് പേടി ഉണ്ടായിരുന്നു, 2 മണിക്കൂർ ഡ്യൂറേഷൻ കിട്ടുന്നൊരു പേടി ഉണ്ടായിരുന്നു. ചെയ്തു തന്നപ്പോ എനിക്ക് കിട്ടി. ഞാൻ എഡിറ്റിംഗ് കഴിഞ്ഞപ്പോ ഡബിങ് നടന്നുകൊണ്ടിരിക്കുക സാത്താന്റെ. അതിന്റെ ടീസർ തന്നെ ഓർഡർ, ടീസർ ട്രെയിലർ, ഒരു സോങ് ഉണ്ട് അതില്. ഒരു റൊമാൻറ്റിക് ഹീറോയാണ് പടത്തിൽ ഇരിക്കുന്നത്. പുള്ളിയാണ്. ഇത് 55 മിനിറ്റ് കാണാൻ. മറ്റേത് ഇച്ചിരി ഡബിങ് നടന്ന മിക്സ് ചെയ്യണം, സൗണ്ട് മിക്സ് ചെയ്യണം. അതൊരു OTT പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇറങ്ങി. അത് പയ്യന മൂവീസ് OTT കാണാം. അടുത്ത ഒരു മോഹൻലാൽ പ്രിയദർശനം പറയാം. മോഹൻലാൽ നമ്മളെ ആക്ട് ചെയ്യുന്ന ആള്, പ്രിയദർശനം ഡയറക്ട് ചെയ്യുന്ന ആള്. എനിക്ക് ശ്രീജിത്തിനോട് ചോദിക്കാനുള്ളൂ. ഇപ്പൊ അപ്കമിങ് ആക്ടർ ആണല്ലോ, അപ്പൊ മൂവിയിലൊക്കെ അഭിനയിച്ചു വളർന്നു വരുന്ന ഒരു ആക്ടർ ആണല്ലോ. എങ്ങനെയാണ് ഈ ആക്ടിങ്ങിലോട്ട് വന്നത്? ചെറുപ്പം മുതൽ ഇങ്ങനെ സിനിമയൊക്കെ കാണുമ്പോ നമുക്ക് തോന്നും അതിനോ. അങ്ങനെയൊക്കെ വന്നാണ് അഭിനയിക്കാൻ ഭയങ്കര മോഹമായിരുന്നു. മോഹൻലാലാണ്. അങ്ങനെ താല്പര്യപ്പെട്ടു വന്നാണ്. പിന്നെ ഈ ചേട്ടനെ ഒരുപാട് സഹായിച്ചുണ്ട് പടത്തിലേക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി. പക്ഷെ ഈ അതെ, അല്ല അതിനു മുമ്പ് 2 പടം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ചേട്ടൻ ഇങ്ങനെ എന്നെ വിളിക്കണേ. അപ്പൊ ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് മറ്റു പടങ്ങൾ ചെയ്തോളല്ലേ ഈ പടങ്ങള് അവിടെ കണ്ടു കഴിഞ്ഞാലാണ് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ അന്നേരം ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് പോകുമ്പോ പിന്നെ ഭയങ്കര ടെൻഷനായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ അവിടെ കൂടി കുറെ ആർട്ടിസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരിങ്ങനെ ഇത് ഫസ്റ്റിൽ നമുക്ക് ചെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവോ, ചുമ്മാ ടൈം കളയണാണോ, എല്ലാം പടുപെടുന്നാണ് സംഭവങ്ങളെല്ലാം നീക്കണ ആൾക്കാർ. ഈ ചേട്ടൻ തന്നെയാണോ? ഞാൻ നോക്കുമ്പോ ഈ ചേട്ടൻ ക്യാമറ എടുത്തുകൊണ്ട് അങ്ങോട്ട് ഓർന്നു ഇങ്ങോട്ട് ഓർന്നു, ഇത് മാത്രമാണ് കാണുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടതാണ് ക്യാമറ നല്ല ക്വാളിറ്റിയാണ്. ശരിക്കും ഒരു ഫിലിം കാണുന്നോണ്ടിരിക്കും.
പിന്നെ ഇപ്പൊ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യല്ലോ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഒരു മൂവി എടുക്കുമ്പോൾ ലൊക്കേഷൻ ആണെങ്കിലും എല്ലാം പോസിറ്റീവ് ആയിട്ടാണ്. എല്ലാം ക്ലൈമറ്റ് എനിക്ക് പോസിറ്റീവ് പോസിറ്റീവ് ആണ്. കാരണം ഞാൻ ഓർക്കണ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത ദിവസം ഓർക്കണ ഞങ്ങള് ഷൂട്ട് ചെയ്യുന്ന ദിവസം ജൂണിലാണ് ഷൂട്ടിങ്. ഓർത്തില്ല, നമ്മളെ ഷൂട്ടിങ്ങിന്റെ പറഞ്ഞതിന് മുമ്പ് മഴക്കാലം മൈൻഡിൽ കാണൂല. മഴ പെയ്യണ ക്ലൈമാക്സ് ഞങ്ങള് ഷൂട്ട് ചെയ്യണ ഒരു പോയാലിമല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അത്യാവശ്യം ടൂറിസ്റ്റ് പ്ലേസ് ആണ് അത്. അപ്പൊ അവിടെയാണ് ക്ലൈമാക്സ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. ആ ഷൂട്ട് ചെയ്യണ സമയത്ത് മഴക്കാലം ഞങ്ങൾ ഓർത്തില്ല, എല്ലാരും സെറ്റ് ചെയ്തു, 15 ആർട്ടിസ്റ്റിനെ സെറ്റ് ചെയ്തു. ഷൂട്ട് ചെയ്യുന്ന ടൈം ഒരു 6 മണിക്ക് ഷൂട്ട് ചെയ്യണം. കാരണം അവിടെ ഒരു 7, 8, 9 മണി ആയി കഴിഞ്ഞാൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും, നമുക്ക് ആരും അവിടെ തടയാൻ പറ്റൂല. അപ്പൊ അതിന് നമുക്ക് ഷൂട്ടിങ് തുടങ്ങണം. എന്തോ ഭാഗ്യത്തിന് അന്ന് നല്ല മഴയായിരുന്നു, വെളുപ്പിന് 6 മണി വരെ മഴയായിരുന്നു. ഞങ്ങൾ മഴയും കൊണ്ടായി എല്ലാവരും കയറി. ഞങ്ങൾ അവിടെ കയറി നിന്ന ടൈം തൊട്ട് ഞങ്ങൾക്ക് ലക്കാറുന്നു. ഞങ്ങള് ഷൂട്ട് തീർന്നാലേ ഞങ്ങൾക്ക് മഴ പെയ്തില്ല. ആർട്ടിസ്റ്റ് അങ്ങനെ കാര്യം എല്ലാരും അത്യാവശ്യം നല്ലോണം അഭിനയിക്കുന്നത്. പിന്നെ എല്ലാം ആരും എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല. പിന്നെ ചിലവർക്ക് ഞാൻ ട്രാവലിംഗ് എക്സ്പെൻസ് കൊടുക്കും, ഫുഡ് അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കും. സപ്പോർട്ടാണ് കൂടുതലും വന്നേക്കണം. അവര് തന്നെ എന്നെ ഓൾറെഡി പറയും, പേടിക്കേണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. നമ്മൾ ആദ്യമായിട്ട് വർക്ക് ചെയ്യണല്ലേ, നമ്മൾ സിനിമ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചിട്ട് തന്നെയല്ല. അപ്പൊ അവര് അതിന്റെ ഒപ്പം കൂടെ നിൽക്കും. പറഞ്ഞ രീതിയിലൊക്കെ തന്നെ സിനിമയില് ഞങ്ങൾ ലൂസിഫറിലൊക്കെ ഒരു ചേട്ടനുണ്ട്, ആ ചേട്ടനൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഈ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളെ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് കിട്ടില്ല, അങ്ങനെ വല്ല ടെൻഷൻ ഉണ്ടായിരുന്നോ? അത് ഞാൻ ആദ്യമൊക്കെ എഡിറ്റ് ചെയ്യുന്ന സാധനമൊക്കെ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ പുറത്തു ആൾക്കാർ ഭയങ്കരമായിട്ട് കളിയാക്കും. അപ്പൊ ആദ്യം തോന്നി ഇവരെന്തിനാ എന്നെ കളിയാക്കണമെന്ന് തോന്നി. പിന്നെ നമ്മള് അവരുടെ വ്യൂവിൽ നിന്നുമ്പോ ഓക്കെ ഇത് മിസ്റ്റേക്ക് ഉണ്ട് മനസ്സിലാക്കും. ഞാൻ തെറ്റ് അംഗീകരിക്കും. ഒരാളിപ്പോ എന്റെ വർക്ക് കണ്ടിട്ട് ഇത് തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് അംഗീകരിക്കും. പിന്നെ അടുത്തതിൽ ഞാൻ ആ തെറ്റ് തിരുത്താനുള്ള ഒരു പരിപാടി തുടങ്ങും. അങ്ങനെ തിരുത്തി വന്നാണ് ഞാൻ ഇത്രയും വലിയ സാധനം ചെയ്യാൻ കാരണം. അങ്ങനെയാണ് മിസ്റ്റേക്ക് തിരുത്തിയാണ് വന്നത്. ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് തോന്നിയത് എന്താ? എഡിറ്റിംഗ് ആണോ? എഡിറ്റിംഗ് പടം ജനറേറ്റ് ചെയ്യണം. അതായത് ഇപ്പൊ എന്തൊരു സീൻ നമുക്ക് ഇത് ചെയ്ത് വെക്കാം, പക്ഷെ എഡിറ്റിംഗ് വരുമ്പോ ആ ഒരു സിനിമയ്ക്ക് ഒരു ഫ്ലോ ഉണ്ടല്ലോ. ആദ്യം ഷൂട്ട് ചെയ്യുമ്പോ ഒരു 1:10 സംതിങ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറെ കട്ട് ചെയ്ത് കളഞ്ഞു, കുറെ ലാഗ്, കുറച്ച് ഭാഗങ്ങൾ നമുക്ക് വേണ്ടാന്ന് തോന്നി. കാരണം അതിന്റെ ആവശ്യമില്ല, സീൻ കണക്ഷനിൽ അതിന്റെ ആവശ്യമില്ലാത്തൊരു സീൻ ഉണ്ട്, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പൊ അത് സങ്കടം വരും, നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത്. അപ്പൊ നമുക്ക് ഭയങ്കര വിഷമം വരും. പിന്നെ ഫുൾ ഔട്ട് കാണുമ്പോൾ ആൾക്കാർ ഇത് പറയല്ലോ, മറ്റേതും കൂടെ ഉണ്ടെങ്കിൽ അത് വേണ്ടായിരുന്നു എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ആവശ്യമില്ലാത്ത ഡിലീറ്റ് ചെയ്യാൻ. അങ്ങനെ ഇപ്പൊ ശ്രീജിത്ത് ഇപ്പൊ ഡിബിന്റെ കൂടെ രണ്ടാമത്തെ മൂവിയിലല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ശ്രീജിത്തിനെ വെച്ച് നോക്കുമ്പോ ഡിബിന് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെയ്യുന്ന ഏത് പാർട്ടാണെന്ന് തോന്നുന്നത്? ഡയറക്ട് ചെയ്യും, ലിറിസിസ്റ്റ് ആണ്, എല്ലാത്തിലും അങ്ങനെ ഇന്നത് എടുത്ത് പറയാനൊന്നുമില്ല. എടുത്ത് പറയാന്ന് പറഞ്ഞാൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടക്കുന്ന ഒരു എനർജറ്റിക് പവർ ഉണ്ട്, അതിന് ചെയ്യേണ്ട നല്ലോണം ഉണ്ട്. ഒരു ഓറ ഉണ്ട്. നമ്മള് ലൊക്കേഷനിൽ ചെന്ന് കഴിയുമ്പോ പറഞ്ഞെങ്ങനെയാണ് ബാബാ കയറി വണ്ടി എടുക്കാം, അങ്ങനെ ഒരു സ്പീഡാണ് ഫുള്ളായിട്ട്. അതുകൊണ്ട് തന്നെ ചിലവര് അഭിനയിച്ചോണ്ടിരിക്കുന്നത് എന്റെ പടത്തിൽ അഭിനയിച്ചോണ്ടിരിക്കുന്ന ആദ്യമായിട്ട് കുഞ്ഞുമായിട്ട് വന്നാൽ ഇതൊരു സിനിമയാണ്, അങ്ങനെയൊന്നും അല്ല സിനിമ എടുക്കുന്നത്. അപ്പൊ നമ്മള് കേട്ടോണ്ടിരിക്കും, നമ്മുടെ ചെവിക്ക് നെഗറ്റീവ് പറഞ്ഞ ഒരാർട്ടിസ്റ്റ് വന്നു പുറത്തൊന്നും ആദ്യമായിട്ട് വന്നു. ഞാൻ ഡള്ളായി പോയിട്ടില്ല. പിന്നെ ഈ സാധനം ഇറങ്ങിയത് ഞാൻ ഷൂട്ടിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡള്ളാക്കാൻ നോക്കുന്നത്. കാടം ചെയ്തോണ്ടിരുന്നപ്പോ അങ്ങനെയാണ് കുറെ പേര് ചോദിച്ചു ഇത് ഇങ്ങനെയാണോ, ഇത് ശരിയാവോ, എന്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട് ഇങ്ങനെ ഇത് ശരിയാവോ. ഞാനപ്പോ തന്നെ അറിയും, ഞാനിത് പെട്ടെന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ അഭിനയിക്കുന്നവരെ ചിലവരെ അഭിനയിച്ചിട്ട് അവർക്ക് അറിയില്ല എന്താ ഔട്ട് തന്നെയാണ്. നമ്മള് മൈൻഡിൽ കണ്ടുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്ന ഓർഡറിലാണ്. അല്ലല്ല, ഓർഡറൊന്നുമല്ല, മറിച്ചും തിരിച്ചൊക്കെ അപ്പൊ ഈ കഥയുടെ കൺഫ്യൂഷൻ ആവോ? ലൈക്ക് നമ്മള് ഇപ്പൊ സ്ക്രിപ്റ്റ് പ്രോപ്പർ ആയിട്ട് നമ്മൾ എഴുതാണ്ട് മറിച്ചും തിരിച്ച് ഷൂട്ട് ചെയ്യുമ്പോ ഒരു കൺഫ്യൂഷൻ ഒക്കെ ചിലപ്പോ ഞാൻ സെന്ററിൽ നിന്ന് ഷൂട്ടിംഗ് അതല്ല പറഞ്ഞ ഫോട്ടോ സ്റ്റാറ്റിക് മെമ്മറി നമ്മുടെ മൈൻഡിലുണ്ടല്ലോ, നമ്മള് കഥ മൈൻഡിൽ ഓൾറെഡി 2 പ്രാവശ്യം ഒക്കെ ഇങ്ങനെ കണക്ഷൻ ചെയ്യും. എന്നാലും നമ്മളിപ്പോ ഒരു കഥ ക്രിയേറ്റ് ചെയ്യുമ്പോ ഇപ്പൊ നമ്മുടെ മനസ്സിലൊരു കഥ ഉണ്ടാവും, ചിലപ്പോ 2 മിനിറ്റ് കഴിഞ്ഞാൽ ആ കഥയ്ക്ക് എന്തെങ്കിലും ഡെവലപ്മെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റമോ നമുക്ക് തോന്നിയേക്കാം. അപ്പൊ ഇതെങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കൊണ്ടുപോയത് ആ സ്ക്രിപ്റ്റ് എഴുതാണ്ട് പോലും? ഞാൻ വണ്ടി ഓടിക്കുമ്പോ ഇങ്ങനെ ഞാൻ ത്രെഡ് ഇങ്ങനെ ചിന്തിക്കും, വണ്ടി ഓടിക്കും 2 പ്രാവശ്യം ചിന്തിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി മൈൻഡ് സെറ്റ് ആവും. പിന്നെ ഷൂട്ടിംഗ് അതെ, പെട്ടെന്ന് എന്തെങ്കിലും മാറ്റണം. ഞാൻ ഇപ്പൊ ഒരു സീൻ ചെയ്യണ സമയത്ത് എനിക്ക് അറിയില്ലാത്തൊരു സംഭവമാണ് ചെയ്യണമെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവർ പറഞ്ഞാൽ അവര് പറയണ ഇങ്ങനെ ഒരിക്കലും സപ്പോസ് സാത്താനിൽ അങ്ങനെ ഒരുപാട് സംഭവം നടത്തുന്നുണ്ട്. ഒരു കുടുംബത്തെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ സഭയിൽ നിന്ന് മാറ്റി നിർത്തേണ്ട രംഗമുണ്ട്.
ഞാൻ അവരെ വേറെ രീതിയിലാണ് ചിത്രീകരിച്ചത്, പള്ളിയിൽ കയറണ്ടെന്നുള്ള രീതിയിൽ. അപ്പൊ ഇതിലൊരു ഫാദർ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ ആ ഫാദർ പറഞ്ഞു അങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് ഫാദർ എനിക്ക് അഡ്വൈസ് തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ അത്രയും വലിയ മനുഷ്യൻ അഡ്വൈസ് ചെയ്തത് ഞാൻ അത് അംഗീകരിച്ചു. എന്നാൽ നമുക്ക് അങ്ങനെ മാറ്റാം, പെട്ടെന്ന് അത് മാറ്റി അങ്ങേറെ രീതിയിലേക്ക് കഥ കൊണ്ട് ഞാൻ എഴുതി. കാരണം ഞാൻ ചെയ്ത തെറ്റാണ് ഞാൻ ചെയ്യുന്നത്. തെറ്റായ സാധനം ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവര് ഇപ്പൊ പ്രേക്ഷകർ ആരെങ്കിലും ഒക്കെ കാണുവാണെങ്കിൽ പറയില്ല അത് തെറ്റാണ് നീ ചെയ്തെന്ന് പറഞ്ഞാൽ വെറുതെ ഞാൻ എടുത്ത ടൈം വേസ്റ്റിംഗ് എഫേർട്ട് വേസ്റ്റിംഗ് എല്ലാം വേസ്റ്റ്. അപ്പൊ ഞാൻ അംഗീകരിക്കും. അറിയാവുന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ പക്കയായിട്ട് അത് അംഗീകരിച്ച് ആ രീതിയിൽ ഞാൻ പിന്നെ മാറ്റിക്കൊണ്ടു. ഇപ്പൊ ഈ ട്രൈബിലാണെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് മൂവി ട്രൈബ് ബേസ്ഡ്, സെക്കൻഡ് മൂവി അങ്ങനെ സാത്താൻ അങ്ങനെയുള്ള ഒരു രീതി. ഇപ്പൊ രണ്ടിലാണെങ്കിലും സോങ്ങും കൂടി ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ശരിക്കും ഒരു സ്റ്റോറി ടെല്ലിങ്ങില് എങ്ങനെ സോങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഇതില് കാടലിലെ ഒരു സോങ് ഉണ്ട്. ആ സോങ് പറഞ്ഞാൽ അതിന്റെ കഥയിലെ ഒരു ഇൻസിഡന്റ് കിടക്കുന്നുണ്ട്, അസുഖ ബേസ്. അപ്പൊ ആ സോങ് ഞാൻ എഴുതിയേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അസുഖത്തെ ബേസ് ചെയ്ത ആ ഒരു ഇതിന്റെ രീതിയിൽ, അതായത് അവിടെ നടക്കുന്ന ഇൻസിഡന്റ് ബേസ് ചെയ്താണ് ഞാൻ കോർത്തിണക്കെയാണ് ചെയ്യുന്നത്. ആ ഇൻസിഡന്റ് ബേസ് ചെയ്താണ്. ആ സോങ് കേട്ടാൽ തന്നെ അറിയാം ഇൻസിഡന്റിലാണ് ഫുള്ളും ഇൻസിഡന്റ് വെച്ച് എഴുതിയത്. എന്നാലും ഒരു നമുക്ക് ഈ പാട്ട് എഴുതുമ്പോ എന്ന് പറയുമ്പോ തന്നെ ഒരു ഇൻസ്പിറേഷൻ വേണ്ടേ? അപ്പൊ എങ്ങനെ അതും കാട്ടിലൊക്കെ പോയിട്ട് അങ്ങനെ ഒരു ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇവരുടെ ഡാൻസ് കണ്ടിട്ടുണ്ട്. ഇവർക്ക് എന്റെ അറിവ് ചിലപ്പോ എന്നെക്കാളും അറിവുള്ളവരുണ്ടാവും. ഞാൻ പോയി കണ്ടെങ്കിൽ ഇവർക്ക് സങ്കടപ്പാട്ടില്ല, ഇവർക്ക് ശോകഗാനമില്ല, അങ്ങനെയില്ല. ഇവർക്ക് ആഘോഷമാണ് ഫുള്ള്. അവരുടെ ഊരിലൊക്കെ ആഘോഷം നടക്കുമ്പോ ഇവർക്ക് ഫുള്ള് സന്തോഷ നിമിഷങ്ങളേ ഉള്ളൂ. അപ്പൊ ഞാൻ ഒരു ചേച്ചിനെ ഞാൻ പരിചയപ്പെടാണ്, പേര് ഞാൻ മറന്നുപോയി ആ ടൈമില്. അപ്പൊ അങ്ങനെ ആ ചേച്ചിനെ ഞാൻ വിളിച്ചെങ്കിൽ ചോദിക്കും. അപ്പൊ അവര് ഒരു പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും സന്തോഷ പാട്ടാ പാടണം. പിന്നെ നമ്മള് മറ്റേ അയ്യപ്പനും കോശിയിലൊക്കെ സോങ്ങുകൾ ഉണ്ടല്ലോ, ആ നെഞ്ചിയമ്മയുടെ പാട്ട് ടൈപ്പ്. അപ്പൊ നമ്മളങ്ങനെ കുറെ നമ്മൾ റെഫറൻസ് ചെയ്യും, ഇങ്ങനെ ചെയ്ത ഇങ്ങനെ കിട്ടുന്നു. പിന്നെ നമ്മുടെ കഥയുടെ ത്രെഡിന്റെ ഇതില് ലിറിക്സ് എഴുതി. പിന്നെ മ്യൂസിക് ഞാനല്ല എഴുതാ, മ്യൂസിക് വേറെ ചേട്ടൻ എഴുതി. ലിറിക്സ് ഞാൻ എഴുതി. കാരണം ഞാൻ ആ ചേട്ടനോട് ലിറിക്സ് എഴുതാൻ പറയുമ്പോൾ ആ ചേട്ടൻ പറഞ്ഞു എനിക്ക് കഥ അറിയില്ല, എനിക്ക് നിങ്ങളുടെ സ്ലാങ് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് വേറെ ആരെയും പിടിക്കുന്ന നിർത്തില്ല. അപ്പൊ തന്നെ ഇത് എന്നാ പിന്നെ ഞാൻ തന്നെ ചെയ്തേക്കാം. പിന്നെ കുറച്ച് ദിവസം ഇരുന്നു. പിന്നെ അങ്ങേരുടെ അടുത്ത് പോയി ഞാൻ ചോദിക്കും, എനിക്കറിയില്ലെങ്കിൽ അങ്ങേരെ ഒരു തെറ്റാന്ന് പറഞ്ഞാൽ വീട്ടിൽ തിരിച്ചു വരും. പിന്നെ ആലോചിക്കും, പിന്നെ എങ്ങനെ ഫോൺ ചെയ്യും. അങ്ങനെ നമ്മൾ പോയി ചെയ്തേക്കാം. അല്ലാണ്ട് ഒറ്റയടിക്ക് ചെയ്തെടുക്കാൻ അത്ര വലിയ പ്രതിഭയൊന്നും അല്ല. എന്തായാലും ഇത്രയും കഴിവുണ്ടാവാന്ന് പറഞ്ഞ ചെറിയൊരു കാര്യം. എല്ലാം ചോദിച്ചു പഠിക്കണേ, അത്രേ ഉള്ളൂ. എല്ലാരോടും ചോദിച്ചു പഠിക്കും. കുറെ പേര് സപ്പോർട്ട് ചെയ്യും, കുറെ പേര് പറഞ്ഞു തരും. ഹമ്പിളാണ്. അത് സന്തോഷമായിട്ടും ഭയങ്കരമായിട്ട് പറയണ ഹമ്പിളാണ്. എന്ത് തോന്നുന്നു ആളെ പറ്റിട്ട്? ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ആളെ പറ്റിട്ട് അത്രേ ഉള്ളൂ. അതാണ് മെയിൻലി പറയാനാണ്, ജീനിയസ് ആണ്. ഒരു സാധാരണ മനുഷ്യനല്ല, സാധാരണ മനുഷ്യനല്ല. ഒരു ഇങ്ങനത്തെ ആൾക്കാർ കുറവാണ്. ശരി, ഇങ്ങനത്തെ ആൾക്കാർ കുറവാന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. കാരണം എല്ലാം ഇങ്ങനെ ഭയങ്കര പ്ലാനോടെ ചെയ്തിട്ട് ഒരു ഇപ്പൊ ബഡ്ജറ്റിന്റെ കാര്യം തന്നെ നമുക്കൊരു മൂവി എടുക്കുന്ന ഭയങ്കര കഷ്ടപ്പാടാ. അപ്പൊ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന ആൾക്കാർ കുറവാ. അപ്പൊ ഇനിയിപ്പോ ഇതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഉണ്ട്. അവരോട് എന്തെങ്കിലും അഡ്വൈസ് എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല രീതിയിൽ പ്ലാൻ ചെയ്താൽ മതി. പ്ലാനിങ് നടക്കണമെന്നില്ല. നല്ല സപ്പോർട്ട് ചെയ്യുന്ന, അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വേണം. എങ്കിൽ അയാളെ സെറ്റ് ആവും. എന്നെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ആള് കിട്ടി. ഞാൻ പറഞ്ഞില്ല, ഒരു നിർമ്മാതാവ് വരെ ഒരിക്കലും നിർമ്മാതാവിന് എന്റെ ഇതുപോലെ ചെറിയ ക്യാമറയിൽ വന്ന് അഭിനയിക്കേണ്ട ഒരു ആവശ്യമില്ല. സോണിയുടെ ഫ്രണ്ടിലൊന്നും ബന്ധങ്ങളാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ അങ്ങനെ വിളിച്ചു, ഒരു ദിവസം വിളിച്ചു, സാറേ നാളെ ഷൂട്ട് വന്നെന്ന് പറഞ്ഞു. അപ്പൊ സാധനം എല്ലാം ചോദിക്കില്ല, എന്റെ റോൾ എന്താന്ന് ചോദിക്കും. ഒന്നും ചോദിച്ചില്ല. ഞാൻ വരാം, എത്ര മണിക്ക് വന്നെന്ന് പറഞ്ഞു. 10 മണിക്ക് തന്നെ ടൈം പറഞ്ഞു. പുള്ളിയുടെ വലിയ കാറിൽ വന്നിരുന്നിട്ടേ ചോദിച്ചാൽ ഞാൻ ഇനി എന്താ പറയേണ്ടത്. കോസ്റ്റ്യൂം ഏതാന്ന് ചോദിച്ചു. പറഞ്ഞു വൈറ്റ് കോസ്റ്റ്യൂം. പുള്ളി കോസ്റ്റ്യൂം പക്കായിട്ടുണ്ടെന്ന്. കഥ ഒന്നും ചോദിച്ചില്ല, റോള് ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. അതൊക്കെ എനിക്ക് ഏറ്റവും പ്ലസ് പോയിന്റാ. അതായത് ചിലവരെല്ലാം കഥ ചോദിച്ചിട്ടല്ലേ ഇപ്പൊ ഓൾമോസ്റ്റ് മിക്കവരും തന്നെ ചോദിക്കാണ്ട്. ഇതിലെ നായിക വരെ കഥ ചോദിക്കാണ്ട് തന്നെ. അതൊരു വിശ്വാസമാണ്. ട്രസ്റ്റിലാണ് എല്ലാവരും. അവരുടെ ട്രസ്റ്റാണ് എന്റെ സക്സസ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പ്ലാൻ ചെയ്തു, ആ പ്ലാനിങ് എല്ലാം വർക്കൗട്ട് അടിച്ചു 2 പടത്തിലും. സന്തോഷേട്ടാ, ഇപ്പൊ ആളുടെ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറിയൊരു റോള് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയും ആഗ്രഹം ഉണ്ട് ആളുടെ ഒപ്പം വർക്ക് ചെയ്യണം? എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് അഭിനയത്തോട് അങ്ങനെ വലിയ ഇതൊന്നുമില്ല, പക്ഷെ നന്നായി ചെയ്യാൻ പറ്റും. എനിക്ക് എന്ത് റോൾ ചെയ്യണം അങ്ങനെ വലിയ ആഗ്രഹം? ഞാൻ അങ്ങനെ വലിയ ആക്ടർ ഒന്നുമില്ല. എനിക്ക് ആക്ടിങ് കുഴപ്പമില്ല, ചെയ്യണ്ട. പക്ഷെ അതിനോട് വലിയ പാഷനൊന്നും ഇല്ല. പുള്ളി അപ്രോച്ച് ചെയ്തപ്പോ ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. ഇനി ആൾക്കൊരു റോള് തന്നെ ഞാൻ ചെയ്യും, എന്തായാലും ചെയ്യും. ഞാൻ ഒറ്റ കോളിൽ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ വിളിച്ചു, ചേട്ടാ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു.
പിന്നെ ചേട്ടന്റെ ഫാദറിന്റെ വീടൊക്കെ എവിടെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതൊക്കെ ഞാൻ കുറച്ചാൾ ഞാൻ അവിടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അങ്ങനെയൊക്കെ പരിചയം ഉണ്ടായിരുന്നു. ചേട്ടനോട് ഞാൻ ചോദിച്ചു ഇന്നാണ് സംഭവം എന്ന് പറഞ്ഞു. ചേട്ടൻ ചാടിക്കയറി ഞാൻ നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ചെയ്യുന്ന സമയത്ത് ഞാൻ ഇഷ്ടപ്പെട്ടില്ലേ, ഞാൻ ശരിക്കും ശ്രദ്ധിച്ചു ആ സംഭവം ചെയ്യണം. ഇങ്ങനെ ചേട്ടൻ വണ്ടിയിൽ വന്ന് ഞാൻ കാണിച്ചു കൊടുത്തു, ഒരു ഡെമോ കാണിച്ചു കൊടുക്കും ഫസ്റ്റ്. ആ സമയത്ത് ചേട്ടൻ ഭയങ്കര ചിരിയായിരുന്നു അവിടെ നിൽക്കുന്നത്. അല്ല ചേട്ടൻ ഓർക്കണല്ല, വണ്ടിയിൽ വന്നിട്ട് ഇങ്ങനെ കാല് കുത്തിപ്പണ ഓടിക്കാൻ പഠിക്കുന്ന ആളെ കാണിച്ചു കൊടുത്തു. ഭയങ്കര രസമായിട്ടാണ് ചേട്ടൻ ചെയ്തത്. എനിക്ക് അതൊക്കെ അപ്പൊ തന്നെ ഇവനോട് പറഞ്ഞു, ചേട്ടൻ അതായത് പറഞ്ഞു അപ്പൊ തന്നെ നമുക്ക് ചെയ്തു തന്നു. എത്ര മിനിറ്റ് കൊണ്ടാ അത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് നമ്മളെവിടെ റീടേക്ക് എടുത്തില്ല, പക്ക സംഭവമാണ്. പക്ഷെ ചേട്ടൻ ചെയ്തത് ഭംഗിയായിട്ട് തന്നെ ചെയ്തു. ചേട്ടൻ ചെയ്തിട്ട് എനിക്ക് ചിരി വന്ന രംഗം എന്ന് പറഞ്ഞാൽ ഒരു മരത്തിന്റെ പറയുന്ന മറ്റേ ഇങ്ങനെ കാണിക്കുന്ന രംഗം കൊണ്ട് ഒരു ഇല മാറ്റി, അത് ഞങ്ങൾ കുറെ പേര് കണ്ടു ചിരിക്കുന്നത് ഭയങ്കര രസമായിട്ട് ഞങ്ങൾക്ക് തോന്നിയ രംഗം. അതൊക്കെ പെർഫെക്റ്റ് എടുത്ത് പറഞ്ഞു. ഇത് കൂളായിട്ടാണ് ചെയ്തത്. പിന്നെ വേറെ ഒന്നുണ്ട്, ഞങ്ങൾ ഒരുപാട് ടീം വർക്കില്ലല്ലോ. ഞാനുണ്ടായിരുന്നു അന്ന്, എന്റെ കൂടെ ഇവനുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയത്. ഞങ്ങൾ ഓൾറെഡി ചേട്ടൻ സിംഗ് ആയ കാരണം കൂളായിട്ട് ആള് നല്ല കൂളായിട്ട് ഭയങ്കര കംഫർട്ട് സോണിൽ ചെയ്തു. അതെ, ഞാൻ ചെക്ക് കൊടുക്കാൻ മാറ്റില്ല. പക്ഷെ വേറൊരാള് എന്റെ പേര് പറയാനില്ല, ഫെബ്രുവരി ചോദിച്ചാണ് വേറൊരു റിവ്യൂ. പേര് പറയണ്ട, പക്ഷെ മനസ്സിലെപ്പോഴും ഓർത്തിരിക്കും. ഇപ്പൊ 7,000 രൂപയുടെ ബഡ്ജറ്റിലാണ് മൂവി ഇതാക്കിയത്. അപ്പൊ ഈ നമ്മളിപ്പോ പലരും ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും ഫിലിംസ് എടുക്കാൻ കഷ്ടപ്പെടുന്നുണ്ട് ഈ ബഡ്ജറ്റിന് വേണ്ടി. അപ്പൊ ഈ 7,000 രൂപയുടെ ബഡ്ജറ്റിൽ എന്തൊക്കെ ചെയ്തു? അതിപ്പോ പലർക്കും അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവല്ലോ. അപ്പൊ എന്തൊക്കെ ചെയ്തു എന്നൊന്ന് പറയാമോ? ക്യാമറ റെന്റ് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു ചേട്ടന്റെ ക്യാമറ സ്റ്റുഡിയോയിൽ പഠിച്ചു. എന്താ ചേട്ടൻ എന്നോട് ഭയങ്കര ഇഷ്ടം തോന്നി. നമ്മുടെ ചേട്ടാ എനിക്കിത് പഠിപ്പിച്ചൊരു, ഞാൻ ഒരു സ്റ്റുഡന്റ് ആയിട്ട് പോയി എന്നാ പഠിച്ചത്. അങ്ങേരെ പുറകെ നടക്കും. അപ്പൊ അവസാനം എനിക്ക് ക്യാമറ റെന്റ് കുറച്ച് തന്നു. അത് ഞാൻ പറയില്ല, ബന്ധങ്ങളുടെ ഇതിലാണ് നടന്നത്. അല്ലാണ്ട് അങ്ങനെ എനിക്ക് സപ്പോർട്ട് അതിലാണ് എനിക്ക് ചെയ്താൽ പറ്റും. പിന്നെ എന്റെ പ്ലാനിങ് കറക്റ്റ് ആയിരുന്നു. ഞാൻ ഇത്ര ദിവസം ഷൂട്ട് ചെയ്യുമെന്ന് ഞാൻ തീരുമാനിച്ചു. അത് രാവിലെ നമ്മളൊരു ശരിക്കും 7 മണിക്ക് ഷൂട്ടാണെങ്കിൽ ഞാൻ 4 മണിക്ക് വെക്കും. ഇച്ചിരി പ്ലസ് ബാക്കോട്ട് ഇച്ചിരി കയറ്റി വെക്കും. അപ്പൊ ഈ 4 to 7 വരെ അത്യാവശ്യം ലൈറ്റ് കുറവ് സീനാണോ, അവിടെ നൈറ്റ് സീൻ എല്ലാം ഷൂട്ട് ചെയ്യും. പിന്നെ നൈറ്റ് വരുമ്പോ ഇച്ചിരി നൈറ്റ് ചെയ്യും. അപ്പൊ 2 പ്ലസ് ഫ്രണ്ടിൽ ഒരു നൈറ്റ് സീൻ കിട്ടി, പിന്നെ രാത്രി വരുമ്പോൾ നൈറ്റ് സീൻ കിട്ടി. അപ്പൊ നൈറ്റ് സീനൊക്കെ അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്തെടുക്കും. അങ്ങനെ ഒരു ദിവസം ഫുൾ ഷെഡ്യൂളാണ്. എന്താണെന്നറിയില്ല, ഇവര് കുറെ പേര് ആത്മാർത്ഥമായിട്ട് വന്ന് നമുക്ക് അഭിനയിച്ചു തന്നിട്ടുണ്ട്. സപ്പോർട്ടാണ്. ഞാൻ ചെസ് കളിക്കാറില്ല. ചെസ് കളിക്കാറില്ല. ഇനി ട്രൈ ചെയ്ത് നോക്കിയാലേ നല്ലതാണ്. അധികം ചെസ് കളിക്കാറില്ലേ? ഇപ്പൊ നമുക്ക് സമയം ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി. അവിടുന്നാണ് ഈ ഒരു മൂവിയുടെ ഒരു വൺ ലൈൻ പോലെ ഞങ്ങള് വേറൊരു പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഇതല്ല, ഇച്ചിരൂടെ അഡ്വാൻസ് ആയിട്ടുള്ള അതിന്റെ ഓൺലൈൻ ത്രെഡ് മനസ്സിലായി തുടങ്ങി. ഞാനത് ഡെവലപ്പ് ചെയ്ത് സാത്താൻ കഴിഞ്ഞിട്ട് വേറെ രീതി പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മള് ട്രിപ്പ് പോകും. ഇപ്പൊ ഞങ്ങള് റീസെന്റ് ആയിട്ട് ഞങ്ങള് ഡൽഹി ചുമ്മാ ഒരു ട്രിപ്പ് പോയി. ഈ പടത്തിന്റെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പ് അങ്ങോട്ട് പോകും, മൈൻഡ് ഫ്രീ ആവാൻ വേണ്ടി. ആ ട്രിപ്പ് പോകുമ്പോൾ നല്ലോണം മാക്സിമം ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷനല്ലേ. ഈ ഷൂട്ട് ചെയ്തിട്ട് വിഷ്വൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷൻ ആയിരിക്കും. കാരണം അത് കണ്ടിന്യൂറ്റി വേണം, കളറ് ശരിയാവണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ സ്റ്റെബിലൈസ് അങ്ങനെയൊക്കെ വരുമ്പോൾ ടെൻഷൻ വരും. അതിന് ട്രിപ്പ് പോകും. അങ്ങനെ ഈ പ്രാവശ്യം ഞങ്ങളുടെ ട്രിപ്പ് ഭയങ്കര എൻജോയ്മെന്റാ. അതിൽ നിന്ന് ഭയങ്കര ത്രെഡ് കിട്ടി നമുക്ക്. നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോ ട്രെയിനിൽ ഞങ്ങൾ ബോഗില് ഡാൻസിങ് ആയിരുന്നു. അതാണ് ഞങ്ങൾ ബോഗില് ഈ വാരണാസി പോയ ട്രെയിൻ ആയിരുന്നു. വയസ്സായവർ വരെ ഞങ്ങളുടെ കൂടെ റീൽസിൽ ഡാൻസ് കളിക്കാൻ കൂടി. അത് ഭയങ്കര രസമായിരുന്നു. അല്ല, അത് ചുമ്മാ ഒരു ട്രിപ്പ് പോണെയാണ്. അല്ല, ഞാൻ ഒരു ട്രിപ്പ് പോണെയാ. അടുത്ത ത്രെഡ് അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഈ മൂവിയിലാണെങ്കിലും കുറെ പേര് ഹാൻഡിൽ ചെയ്തല്ലോ. അപ്പൊ സിംഗിൾ ഹാൻഡഡ് ആയിട്ട് എല്ലാം ചെയ്യണം. കാരണം ഡയറക്ടറിന്റെ സ്ഥാനത്താണെങ്കിൽ ക്യാമറമാന്റെ സ്ഥാനത്ത് എല്ലാം നിൽക്കുന്നതല്ലേ. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഒരു ആക്ടറിനെ ആണെങ്കിലും നമ്മളിപ്പോ കഥ പറഞ്ഞു കൊടുത്തു, ആ ഒരു കഥ ഈ നിൽക്കുന്ന ആൾക്കും ഗ്രാസ്പ് ചെയ്തിട്ട് ഐ മീൻ സിറ്റുവേഷനെങ്കിലും പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇതാണ് കിട്ടണ്ടേന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഈ അഭിനയിക്കുന്ന ആൾക്കും കിട്ടണം. അപ്പൊ ആ ഒരു കോർഡിനേഷൻ എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയാണ് ഈ ആക്ടേഴ്സിനെ കൊണ്ട് ആക്ട് ചെയ്യിപ്പിച്ചത്? ഞാൻ സെലക്ട് ചെയ്തവരെല്ലാം അത്യാവശ്യം ടാലന്റ് ഉള്ളവരെ. നാടകത്തിൽ അഭിനയിച്ചവരുണ്ട്, സിനിമയിൽ അഭിനയിച്ചവരുണ്ട്. 1971 ബിയോണ്ട് ബോർഡേഴ്സില്, പിന്നെ പാപ്പച്ചൻ ഒളിവൻ സിനിമയിലൊക്കെ നല്ല റോള് ചെയ്ത ഒരാള് എന്റെ ബിജു തോപ്പിൽ നിന്നാണ് വരെ. കാടനിലുണ്ട്, ഇപ്പൊ ഞാൻ ചെയ്ത വർക്കിലൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ വൺ ടൈം സംഭവം പറഞ്ഞു കൊടുത്താൽ മതി, അവർ കറക്റ്റ് സിങ്ക് ചെയ്ത് നമുക്ക് ഇട്ട് തരും. അങ്ങനെയാണ് ചെയ്തത്.
കാടൻ വീടാൻ കാരണം എന്താണ്? കാടുമായിട്ട് ബന്ധപ്പെട്ട കാടന്നല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സാത്താൻ പറയുമ്പോ അങ്ങനെയാണ്. എന്താ സാത്താൻ നോട്ട് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് നോട്ട് ചെയ്ത ഞാനാണ് സാത്താൻ. ഈ ട്രൈബായിട്ട് ബന്ധപ്പെട്ട കഥയായും കൊണ്ട് തന്നെ പലപ്പോഴും ഇപ്പൊ നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞു പല 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 ടൈപ്പ് ട്രൈബ്സ് ഉണ്ട്, പല പല ഭാഷ പഠിക്കുന്ന ട്രൈബ്സ് ഉണ്ട്. അപ്പൊ ഈ കൾച്ചറും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവര് ഈ കൾച്ചറും കൊണ്ടുവരാൻ ഭയങ്കര നോക്കിയിട്ടുണ്ടോ ഈ മൂവിയിലൂടെ? അങ്ങനെ അത്ര കൊണ്ടുവരാൻ നമ്മൾ നോക്കിയിട്ടില്ല. പിന്നെ ഞാൻ ശരിക്കും അവരുടെ ഫുള്ള് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല. അവരുടെ കുറെയൊക്കെ വേറെ ഭാഷ നമ്മള് ചിലതൊക്കെ അവര് സംസാരിക്കാനായിട്ട് നമുക്ക് ഒന്നും മനസ്സിലാവില്ല ശരിക്കും. അവരുടെ ലാംഗ്വേജ് ഓതറൈസ്ഡ് അല്ലല്ലോ. നമുക്ക് ഹിന്ദി ഓതറൈസ്ഡ് അങ്ങനത്തെ ഇതുണ്ടല്ലോ. ഇവരുടെ ലാംഗ്വേജ് ഓതറൈസ്ഡ് ആകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അവര് പറയണു നമ്മൾ അംഗീകരിക്കണം. അല്ലാണ്ട് നമ്മള് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ഭാഷയിലാന്ന് പറഞ്ഞാൽ ശരിയാണ്. അവര് പറയും ഇത് ഞങ്ങളുടെ ഭാഷ. അവരുടെ ഇടയിൽ സംസാരിക്കണം എങ്ങനെയല്ലോ അവരുടെ ടൈം. അവര് ഇപ്പോഴും അങ്ങനെയുള്ളവരുണ്ട്. അവരുടെ ഇടയിൽ ചെന്ന് അവരുടെ ഭാഷ സംസാരിക്കാൻ മനസ്സിലാവുള്ളൂ. പിന്നെ കുറെ ഇത് വന്നു കേട്ടോ. ഈ പിണറുകൂടി അവിടെയൊക്കെ ഇപ്പൊ ചെന്ന് കഴിഞ്ഞാൽ കുറെ അഡ്വാൻസ് ആയി. അവരുടെ പഴയ കുടിയിലൊക്കെ ഇപ്പൊ ഉണ്ട്. അല്ല ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അവരുടെ കുടിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഫോറസ്റ്റ് ഏരിയ പെർമിഷൻ വേണം. അപ്പൊ നമ്മൾ അവരുടെ കുടിയിലൊക്കെ കണ്ട് അതേ രീതിയിൽ നമ്മൾ കോപ്പി ചെയ്ത് ഇവിടെ സെറ്റ് ഇട്ടു. ഈ ഇപ്പൊ 7 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ഈ മൊത്തത്തിൽ ഈ മൂവി എല്ലാം കഴിഞ്ഞിട്ട് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിട്ട് എത്ര ദിവസം? നല്ല സമയം പിന്നെ ആ സമയം എടുക്കൂല്ലോ. അതിപ്പോ എനിക്ക് ഒരു 2-3 മാസത്തിനെടുത്തു. പിന്നെ വേറെ ഒന്നുമില്ല, ഓരോ സീൻ എഡിറ്റ് ചെയ്യുമ്പോ കുറച്ച് ഗ്യാപ്പ്. പോസ്റ്റ് പ്രൊഡക്ഷൻ. ഇപ്പൊ എഡിറ്റിംഗിലാണെങ്കിലും ഇപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് എഡിറ്റിംഗ് ചെയ്യുന്നു. അപ്പൊ ഒബ്വിയസ്ലി നമ്മളിപ്പോ ചെയ്യുമ്പോ ഫസ്റ്റ് ടൈം അല്ല ഒരു മൂവി എഡിറ്റ് ചെയ്യുന്നത്. അതിന് കുറച്ച് ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ പറഞ്ഞില്ലേ പഠിച്ചു വന്ന ലേണിംഗ് ടൈം ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമ്മളൊരു മൂവി ഇതാക്കുമ്പോ ഈ പറഞ്ഞ കണ്ടിന്യൂറ്റി ഒരുപാട് കാര്യങ്ങൾ നോക്കണല്ലോ. അപ്പൊ ഭയങ്കര ചാലഞ്ചിങ്. കണ്ടിന്യൂറ്റി ഞാൻ നോക്കും. ഞാനൊരു ടേക്ക് വെക്കുമ്പോ ആളുടെ അതായത് ഇപ്പൊ സന്തോഷം ഇരിക്കുവാണ് ഈ ടേക്ക് ഇങ്ങനെയാണ് ആള് കൈ വെച്ചത്. അത് ഞാൻ ടേക്ക് കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ടാവും. അവിടെ അടുത്ത ടേക്ക് ചേട്ടാ കൈ എങ്ങനെ വെച്ചെന്ന് പറയും. ഞാൻ തിരിച്ച് അയാളോട് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന ഈ രീതിയിൽ ഞാൻ ചേട്ടൻ എടുത്തു ചേട്ടാ അങ്ങനെയല്ലായിരുന്നു ഇങ്ങനെയൊന്നും. ഓ ശരിയല്ലോടാ ഞാൻ അങ്ങനെ പറയും. കാരണം ആ കട്ട് പറയണ നേരത്ത് ഞാൻ അയാളൊന്ന് നോട്ട് ചെയ്ത് വെക്കും. അപ്പൊ അയാൾ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ പിന്നെ അയാൾ അടുത്ത ഷൂട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ പറയും ഇല്ല കൈ ഇങ്ങനെ വെച്ചെന്ന് പറയും. ആ രീതി നമ്മളത് അതാണ് ചേട്ടൻ പറയണേ. നമ്മൾ ഓർത്ത് വെക്കും. വേറെ ഒന്നല്ല, നമ്മളെല്ലാം ഒറ്റ ക്യാമറയിലാണ് ചെയ്യണേ. എല്ലാം ഒറ്റ ക്യാമറയിലാണ് ചെയ്യണം. അല്ലാണ്ട് AB അങ്ങനെ ക്യാമറയില്ല. നമ്മൾ ഒരു ക്യാമറ ചെയ്യുമ്പോൾ തന്നെ എല്ലാം ഓർത്തിരിക്കും. ഒരു ടേക്ക് കട്ട് ചെയ്യുമ്പോൾ ഓക്കെ ഇയാൾ ഇങ്ങനെയാണ് വെച്ചാണ്. ഈ ഇപ്പൊ ക്യാമറ ചെയ്യുമ്പോ നമ്മൾ പലപ്പോഴും ക്യാമറ ആംഗിളും നോക്കണം എന്നുണ്ടല്ലോ. അപ്പൊ ഫ്രെയിം അപ്പൊ അത് എങ്ങനെ പഠിച്ചെടുത്തത്? ലൈക്ക് ഒരു മുന്നേ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ, ഇങ്ങനെ സ്വന്തമായി പഠിച്ചെടുത്താണല്ലോ. അപ്പൊ അതെങ്ങനെ പഠിച്ചെടുത്തത്? എങ്ങനെ വന്നു. പക്ഷെ ഞാൻ അതിന്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. സോങ് സന്തോഷം ഇട്ടുണ്ടാവുന്നില്ലേ, എന്റെ സോങ് ഇട്ടുണ്ടാവും. ഫ്രെയിമൊക്കെ എങ്ങനെ വരാനുള്ളതൊക്കെ നമ്മൾ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഏകദേശം നമ്മൾ ഈ സിനിമ കാണുമ്പോ നമുക്ക് അറിയാലോ ഇന്ന ഫ്രെയിം സെറ്റപ്പ് അങ്ങനെ ഒരു സിനിമയിൽ കണ്ട എങ്ങനെ ഡിബിൻ എങ്ങനെയുണ്ടായിരുന്നു സെറ്റിലൊക്കെ? ഇപ്പൊ ഫ്രണ്ടാണ് നിങ്ങള്. ആ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ആ ഒരു കോർഡിനേറ്റർ എന്ന പൊസിഷനിലേക്ക് വരുമ്പോ ആളെങ്ങനെയായിരുന്നു? കലിപ്പനായിരുന്നോ? കലിപ്പൊന്നല്ല, ആളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോ അത്രയും കിട്ടുന്ന ഫ്രീ വേറെ എവിടെ ചെയ്താലും എനിക്ക് കിട്ടിയിട്ടില്ല. ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും. എല്ലാ ആർട്ടിസ്റ്റുകാരോടും ചേട്ടൻ അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ ടെൻഷനും കാര്യങ്ങളും ഒന്നും വരുമൊന്നുമില്ല. അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് തന്നെ നിൽക്കാം. ഇപ്പൊ എനിക്ക് രണ്ടുപേരോടും കൂടിയാണ് എടുത്ത് ചോദിക്കേണ്ടത്. ഇപ്പൊ ശ്രീജിത്ത് ഇപ്പൊ അപ്കമിങ് ആയിട്ട് ഒരു ആക്ടറാണ്. ഇപ്പൊ 2-3 മൂവിയില് അഭിനയിച്ചു തീർന്നു. ഇനി ഭയങ്കര ഒരു ആക്ടർ എന്ന നിലയിൽ ഷോർട്ട് ഫിലിംസ് 2 ഷോർട്ട് ഫിലിംസ് പിന്നെ ഈ മൂവി ഷോർട്ട് ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആൾക്കാർ പലപ്പോഴും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ മടിക്കുന്നുണ്ടോന്ന് ഞാൻ ചോദിച്ചത്. ജഡ്ജ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ ഇനി ശ്രീജിത്തിന്
ഇപ്പൊ ഇനിയിപ്പം മൂവിയിലോട്ട് എന്തായാലും പറഞ്ഞാലും നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലോട്ട് കടക്കാൻ പോവാണ്. ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് ഒരു മൂവി ഇൻഡസ്ട്രിയിൽ വന്ന ശേഷം? ഇൻഡസ്ട്രിയിൽ വന്ന ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയിക്കാൻ. അഭിനയിക്കാൻ. അതിൽ കൂടുതലൊന്നുമില്ല. നമുക്ക് പല രീതിയിൽ അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുണ്ടോ? നല്ലൊരു വേഷം കിട്ടി കഴിഞ്ഞാൽ ചെയ്യാത്രേ ഉള്ളൂ. ഡിഫറെന്റ് ഇപ്പൊ സാധാരണ വന്നാണ് വില്ലനായിട്ടല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട റോൾ തന്നെയാണ്. അങ്ങനെയൊക്കെയുള്ള റോൾ കിട്ടുവാണെങ്കിൽ അഭിനയിക്കും. എന്തായാലും അഭിനയിക്കുന്നത്. ഡിബിന്റെ ആഗ്രഹം എന്താണ്? എനിക്ക് ഒരുപാട് ലൈൻ ഉണ്ട്. ഞാൻ തന്നെ ചിന്തിക്കും ഞാൻ എന്ത് ചെയ്യണം. എന്ത് ചെയ്യണം? അതെ ശരി. ഞാൻ ഡയറക്ഷൻ ഇനി എന്ത് ചെയ്യണം എന്ന് പറ. ഞാൻ ഡയറക്ഷൻ ആക്ടിങ് എനിക്ക് നമുക്ക് പണി അറിയാം എഡിറ്റിങ്, പക്ഷെ ചെയ്യാൻ താല്പര്യമില്ല. അത് സമയമെടുക്കും, പിന്നെ ചെയ്യാൻ താല്പര്യം. മറ്റേത് നമ്മൾ ചെയ്തു പോയി, നമുക്ക് അങ്ങനെ ഒരു പാഷൻ ഉള്ള കാരണം പഠിച്ചു, പഠിക്കേണ്ടി വന്നു, ക്യാമറ ചെയ്യേണ്ടി വന്നു. എനിക്ക് ക്യാമറ സിനിമയിൽ ക്യാമറ ചെയ്യണമെന്ന് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് ആകെ ഇൻട്രസ്റ്റ് ഉള്ള ഡയറക്ഷൻ ആക്ടിങ്, ബാക്കി പഠിച്ചു അത്രേ ഉള്ളൂ. ഈ ഫൺ ചേസ് എന്നല്ലേ പറഞ്ഞ നമ്മുടെ സന്തോഷായിട്ടുണ്ടായത്. അപ്പൊ അതിലേക്ക് ആളെങ്ങനെ എടുത്തത്? ശരിക്കും പറഞ്ഞാല് ആള് വരുവാ ഞാൻ വിളിച്ച് അതെ. എങ്ങനെ ഏതെങ്കിലും ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ്? എന്റെ മൈൻഡില് ഇങ്ങനെ തോന്നി ചേട്ടന്റെ പോപ്പുലാരിറ്റി. അപ്പൊ എനിക്കിങ്ങനെ തോന്നി, വേറെ ഒന്നുമല്ല, ഇപ്പൊ വേറെ കുറച്ച് റിവ്യൂസും കൂടെ ഉണ്ടല്ലോ, എനിക്ക് അതിൽ ബെറ്റർ റിവ്യൂവറെ ചേട്ടനായിട്ട് തോന്നി. ഈ ചേട്ടനെ പ്ലേസ് ചെയ്താലോ എന്നിങ്ങനെ തോന്നി. പലപ്പോഴും ഇപ്പൊ പോപ്പുലാരിറ്റിയുടെ കാര്യം പറഞ്ഞോണ്ട് ചോദിക്കണം. പലപ്പോഴും ഇപ്പൊ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ, ഇപ്പൊ പല രീതിയിലും കാസ്റ്റ് ചെയ്യുമ്പോൾ ആളെ ആപ്റ്റ് ആണോ എന്നുള്ളതിനേക്കാളും പൊതുവെ പോപ്പുലാരിറ്റി നോക്കുന്നുണ്ട് ഇപ്പത്തെ ഡയറക്ടർ. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് ബസൂക്കയില് ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടാവുന്നില്ല, ഇത് കിട്ടിയെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടാവും. ബസൂക്കയില് അല്ല, എനിക്ക് ആ വർക്കില് ഓൾറെഡി അത് ഞാൻ സന്തോഷം ഓൾറെഡി ചില ഇതൊക്കെ കണ്ടിട്ടുണ്ട്, ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ വേറെ ഒന്നുമല്ല, ഞാൻ ഈ സാത്താൻ പടഞ്ഞത് എനിക്കൊരു റിലാക്സ്മെന്റ് വേണം. ശരി, അങ്ങനെ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം പ്ലാൻ ചെയ്തു. സന്തോഷം നമ്മൾ ആദ്യമായിട്ട് ഇവിടെ മാളിൽ വെച്ചാണ് കണ്ടത്. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു, ചേട്ടാ പെട്ടെന്ന് ചേട്ടൻ ഇങ്ങനെ പാസ് ചെയ്തു. ഞാൻ ഓൾറെഡി ഇങ്ങനെ ചുമ്മാ പ്ലാൻ കിട്ടു, പറഞ്ഞാൽ ചെയ്യാം എന്നൊരു പ്ലാനിങ് കിട്ടു. സന്തോഷനെ കണ്ടപ്പോൾ ചേട്ടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, പ്ലാൻ ചെയ്യാം. ഓക്കെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു, നമ്പർ ഒന്നു. അപ്പൊ ആ ചേട്ടൻ ചെയ്യാന്ന് പറഞ്ഞപ്പോ ഞാൻ അതിനെ വളച്ചൊടിച്ച് സെറ്റ് ചെയ്തു. ആള് കമ്മിറ്റ് ആവണമല്ലോ ആദ്യം, അല്ലാണ്ട് നമ്മളെല്ലാം പ്ലാൻ ചെയ്തിട്ട് അവസാനം ആളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് ആയിപ്പോയി. അതിനുമ്പ് ഞാൻ ആളുടെ പെർമിഷൻ ചോദിച്ചു, ചേട്ടാ എനിക്ക് ചെയ്തു തരാം. ഞാൻ പെർമിഷൻ ചോദിച്ചിട്ട് ചെയ്തു. എല്ലാവരോടും അതെ, മൈൻഡിൽ കാണും, മൈൻഡിൽ കണ്ടിട്ട് ഞാൻ തോന്നും. ഞാൻ നമ്മൾ ആദ്യം പെർമിഷൻ ചോദിക്കും, എനിക്കത് ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി പൊലിപ്പിക്കും. അങ്ങനെ ചെയ്യും. അങ്ങനെയാണ് എപ്പോഴും ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാറ്. ചിലതൊക്കെ നമ്മളിങ്ങനെ കാണുന്ന ചിലവരുടെ മൈൻഡ്, ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഇയാൾ അങ്ങനെ ചെയ്താൽ ഭംഗിയായിരിക്കും, അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഈ സാത്താ മൂവിയിലും ശ്രീജിത്താണല്ലോ വില്ലനായിട്ട് വരുന്നത്. എങ്ങനെ ആളെ കാസ്റ്റ് ചെയ്യാന്ന് തീരുമാനിച്ചേ? എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അവനില്. ഞാൻ പറയണേ ഇപ്പൊ കറക്റ്റ് ആയിട്ട് അവൻ ചെയ്തു തരുന്നത് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. പിന്നെ വേറെ ഒന്നുമല്ല, ഭയങ്കര ഡെഡിക്കേഷൻ ആണ്. ഞാൻ ഡെഡിക്കേഷൻ ചെയ്യുമ്പോൾ പുള്ളി ഡെഡിക്കേഷൻ. അതിൽ ഇതില് എന്റെ അസിസ്റ്റന്റ് ആണ് മെയിനാണ്. കാടലിൽ എന്റെ ആക്ടർ ആയിരുന്നു, ഇതിൽ എന്റെ അസിസ്റ്റന്റ് ആണ്. പിന്നെ എന്റെ കൂടെ കോ പ്രൊഡ്യൂസിങ് പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ കാടം കഴിഞ്ഞപ്പോ ആൾക്ക് ഭയങ്കര കൂടെ ടീം ചേരണമെന്ന് ഭയങ്കര പറഞ്ഞു. അതായത് ഞങ്ങള് അങ്ങനെ ഞാൻ ഇവനെ അസിസ്റ്റന്റ് ആക്കി കോ പ്രൊഡ്യൂസർ ചെയ്യുമ്പോൾ എന്നാ നീ വില്ലൻ ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ വേറെ ഒന്നും കേട്ടാ, ഞങ്ങൾ 1.5 മണിക്കൂർ ഉറങ്ങിയ ദിവസങ്ങളുണ്ട്. ഈ 11 ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ 1.5 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മള് 12 മണിക്ക് കിടന്നു കഴിഞ്ഞാൽ 2 മണിക്ക് ഈ ആ ടൈം എന്ന് പറഞ്ഞാൽ നൈറ്റ് ഷൂട്ടിങ്ങിനാട്ടോ, നമ്മള് ഇൻഡോർ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ ഇവന് കണ്ട പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ 1 മണിക്കൂർ കിടന്നു തുടങ്ങി കഴിഞ്ഞാൽ അലാറം വയ്ക്കാൻ പറയും, പിന്നെ വിളിച്ച ആള് റെഡി പെട്ടെന്ന് പോയി. അതെനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. അതെനിക്കപ്പോ തോന്നി വില്ലൻ കൊടുത്താ അവൻ ചെയ്യുന്നുള്ള പക്കാട് ഇതാണ്, പങ്ക്ച്വൽ ആയിരുന്നു ആള്. നമുക്ക് 1 മണിക്കൂർ 1/2 മണിക്കൂർ ഉറങ്ങിയാൽ മതി, ഇന്ന് ഉറങ്ങരുത് കേട്ടെന്ന് പറഞ്ഞാൽ പുള്ളി ഉറങ്ങില്ല. അങ്ങനെയൊന്നും ആരും ചെയ്യില്ലല്ലോ. നമ്മൾ ഇത്ര ദിവസം ഷെഡ്യൂൾ ഇട്ടു, അപ്പൊ അത്ര ദിവസം ബഡ്ജറ്റ് ഒരു മൈൻഡ് കണ്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ എനിക്ക് ഒരുപാട് ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ ഒരു ലിമിറ്റ് നമുക്ക് കംഫോർട്ട് ആയിട്ടുള്ള ബഡ്ജറ്റ്.
പിശുക്കണമൊന്നുമല്ല ജീവിതത്തിൽ. അത് ബഡ്ജറ്റ് അല്ലല്ല, നമ്മള് പഠിച്ചു സിനിമ പഠിച്ചുകൊണ്ട ടൈമിൽ എനിക്ക് ഒരുപാട് 10 ലക്ഷം ഒക്കെ ഇട്ടിട്ട് സിനിമ പഠിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. നമ്മള് ലേണറാണ് ആ ടൈമിൽ. ലേണിംഗ് ടൈമിൽ നമ്മൾ അത്യാവശ്യം എല്ലാം ആ ഒരു ബഡ്ജറ്റ് ആ ഒരു ബഡ്ജറ്റിൽ പിശുക്കണമൊന്നുമല്ല. ഞാൻ അങ്ങനെ പിശുക്കണമൊന്നുമല്ല. ഇനിയിപ്പോ ലേണിംഗ് പീരീഡ് അത് പറഞ്ഞല്ലോ. അപ്പൊ ലേണിംഗ് പീരീഡ് ഒക്കെ കഴിഞ്ഞ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു പ്രൊഡ്യൂസറൊക്കെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യില്ല. അല്ല, ഇനി ഒരു പ്രൊഡ്യൂസറെ കിട്ടിക്കാൻ ഒരു ബിഗ് ബഡ്ജറ്റ് പടം നമുക്ക് പ്രതീക്ഷിക്കാമോ ചോദിച്ചു? പരിചയമുണ്ട്. സ്റ്റോറി വേണമല്ലോ നല്ലത്. അവര് കൺവിൻസ് ആണല്ലോ. നമ്മളെപ്പോഴും നമ്മുടെ പ്രൊഡക്റ്റ് എപ്പോഴും നമ്മൾ കൺവിൻസ് ആയിരിക്കും. അവര് കൺവിൻസ് ആയാലും സംഭവം നടക്കും. ഞാനിങ്ങനെ പ്ലാൻ ചെയ്യേണ്ടി പറയണം, അങ്ങനെ ചെയ്യണം. നിയർ ബൈ ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. ഇനി നിയർ ബൈ ചെയ്യുള്ളൂ. സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. സീരിയൽ ഒരു കോ പ്രൊഡ്യൂസർ ഒക്കെ ഉണ്ട് പരിചയത്തിലുള്ള. അവർക്ക് ഭയങ്കര സപ്പോർട്ട് കേട്ടോ. അതായത് എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അതെ, ഡൈ ഹാർഡ് ഫാൻ എന്ന് പറഞ്ഞല്ലോ. ആളുടെ ഇൻസ്പിറേഷൻ തന്നെ എനിക്കൊന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. സാറിനെ കണ്ടിട്ടുണ്ട്. സാറിന്റെ കൂടെ ഉള്ളവരൊക്കെ കുറച്ചുപേരൊക്കെ പരിചയമുണ്ട്. നമുക്കതൊന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത കേസ്. എന്തായാലും ആഗ്രഹമുണ്ട് അല്ലേ? എല്ലാവർക്കും ആഗ്രഹിക്കാമല്ലോ. എനിക്ക് മലയാള ശങ്കറിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ശങ്കർ. ചേട്ടൻ എപ്പോഴും ആ പടം കാണുമ്പോ അതിൽ ഓരോ സീക്വൻസ് കാണുമ്പോ ചേട്ടൻ പറയും രാജമൗലി ആ ഒരു നിങ്ങക്ക് അതിന്റെ ഇതുണ്ടെന്ന് പറയും. എനിക്ക് തോന്നിയിട്ടില്ല. ഭാവിയിലെ രാജമൗലിയായി മാറട്ടെ. ഇവരെ കാര്യം പറയുകയാണെങ്കിൽ അടുത്ത ലാലേട്ടർ പ്രിയദർശൻ ആ രീതിയിൽ എടുക്കാം. ആ രീതിയിൽ വരട്ടെ. പറഞ്ഞ വാക്ക് പൊന്നാവട്ടെ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഫിലിം മാത്രമല്ല, ജീനിയസ് ആണ്. അക്കാഡമിക്കലിയും ക്രിയേറ്റീവിലും എല്ലാം ഉണ്ട്. അപ്പൊ ആള് ഭയങ്കര ഫിലോസഫറാണ്. ഒരു ഫിലോസഫർ എങ്ങനെ പറയണത് ജീനിയസ് ആണെന്ന്. അപ്പൊ ചെറിയ കാര്യമില്ല അതെന്തായാലും. അല്ലേ? അല്ല, ഇതൊരു ഗിഫ്റ്റ് ആണ്. വാട്സ്ആപ്പ് മെമ്മറി എല്ലാവർക്കും കിട്ടില്ല. ഗിഫ്റ്റ് ആണ്. വലിയ ആളായി മാറട്ടെ. നമ്മളല്ല വലിയ ഡയറക്ടർ വലിയ ആക്ടറായി മാറട്ടെ. ഞാനും ആശംസിക്കുന്നു. ഇപ്പൊ സന്തോഷം പറഞ്ഞ പോലെ തന്നെ അടുത്ത ഇപ്പൊ നമ്മുടെ മലയാള ഇൻഡസ്ട്രി തന്നെ വലിയ ഡയറക്ടറും ആക്ടറും ആക്ട് ചെയ്യുന്നുണ്ടല്ലേ. പക്ഷെ ഏറ്റവും കൂടുതൽ ഡയറക്ഷൻ ആണോ താല്പര്യം? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് രണ്ടെണ്ണം ഉള്ളൂ, ഡയറക്ഷൻ ആക്ടിങ് ഉള്ളൂ. ബാക്കിയൊക്കെ ഇപ്പൊ ഈ ഇത്തരം ചോദിക്കുമല്ലോ എന്തുകൊണ്ട് ഇത്ര ബഡ്ജറ്റ് വന്നു. അപ്പൊ ഓർമ്മ കൊടുത്ത തന്നെ ബഡ്ജറ്റ് ആവും. നമ്മളെ ടൈം കൺസ്യൂം ചെയ്ത് ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ ഇത് ചെയ്യും. അങ്ങനെ എനിക്ക് ഡയറക്ഷൻ കുറച്ചൊക്കെ ഇവൻ സപ്പോർട്ട് ചെയ്യും. ആക്ഷൻ ഞങ്ങളിങ്ങനെ പ്രാക്ടീസ് റിഹേഴ്സൽ ഉണ്ട്. ഇപ്പൊ നാളെ ഫൈറ്റ് സീക്വൻസ് കിട്ടുകയാണെങ്കിൽ ക്യാമറ ഇല്ലാത്ത ടൈമിൽ ഞങ്ങൾ ഫ്രീ ആയിട്ടിരുന്ന് ആക്ഷൻ പഠിക്കും, പ്രാക്ടീസ് ചെയ്യും. സ്റ്റെപ്പ് ഇതുപോലെ ഇങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് ഒരു 5-6 പ്രാവശ്യം എടുക്കുമ്പോൾ ഞങ്ങൾ ഓക്കെ ആവും. ക്യാമറ ഒന്ന് ചെയ്യുമ്പോ ഒരു കാടന്റെ ഫൈറ്റ് ഒക്കെ ഞങ്ങൾ ഒരു അരമണിക്കൂറിനുള്ളിൽ തീർത്തിട്ടുണ്ട്. പക്ഷെ അതിന് 3 ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പ്രാക്ടീസ് ഡേയ്സ് പ്രാക്ടീസ് ചെയ്തിട്ടാ ഫൈറ്റ് ചെയ്യുള്ളൂ. അല്ലാണ്ട് ഒറ്റടിക്ക് ഫൈറ്റ് ചെയ്യാന്നൊക്കെ. പിന്നെ സിനിമയിലെ ഫൈറ്റ് എന്ന് പറഞ്ഞ ഒരു നല്ലൊരു മൂവ്മെന്റ് അല്ല ഫുള്ള്. സാധാരണ നാടനടി പോലെ അല്ലല്ല, പ്രാക്ടീസ് ചെയ്തിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളൂ. അപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇനിയും വലിയ വിധങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ചെറിയൊരു കാര്യമില്ല, ഭയങ്കര ബഡ്ജറ്റ് കുറഞ്ഞിട്ട് ശരിയാ മിനിമം ബഡ്ജറ്റില്ല. കാരണം പലപ്പോഴും ബഡ്ജറ്റ് കുറഞ്ഞ രീതിയില് ക്വാളിറ്റി നഷ്ടപ്പെട്ട ഒരുപാട് പടങ്ങളുണ്ട്. അപ്പൊ ബഡ്ജറ്റ് കുറഞ്ഞ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ബഡ്ജറ്റ് കുറഞ്ഞ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാന്ന് പറഞ്ഞ ചെറിയ കാര്യമില്ല. അതെ, പെട്ടെന്ന് പഠിക്കുക, ഹാൻഡിൽ ചെയ്യാന്ന് പറയുമ്പോ തന്നെ വലിയ കാര്യമാണ്. അപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇനിയും ഉയരങ്ങൾ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.